കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 12-ാം വാക്യം മുതലാണ് ശരിക്കും സംസാരിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ചാണ്. ക്രിസ്തു നമുക്ക് പകരക്കാരനായി വരുന്ന ഒരു ജീവിതം, അതാണ് റോമാലേഖനം 8-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് ഞാൻ തോക്കുന്ന ഒരു എക്സാം എനിക്ക് പകരം വേറൊരാൾ എഴുതുന്നു എന്നുള്ളതാണ്. അതിപ്പോഴും എന്നും നമുക്ക് ക്രിസ്തു എന്ന ആ പകരക്കാരൻ അവൈലബിൾ ആണ്. നമ്മൾ ബലഹീനരാണ്. ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത് നമുക്ക് വിശ്വാസത്താൽ അനുഭവിക്കാൻ കഴിയും. ആ വിശ്വാസം നമ്മെ ക്രിസ്തുവുമായി കണക്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നയിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്കാണ്, അവന്റെ പെർഫെക്റ്റ് ക്യാരക്ടറിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്. അതാണ് നമ്മൾ കണ്ടത്. ജഡ സ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മൾ മരണം എന്ന തത്വത്തിന്റെ കീഴിലാണ്. എന്നാൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, അവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ മക്കളാണ്, വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളാണ്. നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല. ജഡത്തോട് നമുക്ക് ഒരു കടവും വീട്ടാനില്ല. നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് ബാധ്യതയില്ല. ബിക്കോസ് വി ആർ പർച്ചേസ്ഡ്. നമ്മുടെ വികാരങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്ന പെരുമാറ്റം നമ്മൾ ചെയ്യേണ്ടതില്ല, കാരണം അതിനോട് നമ്മൾ മരിച്ചതാണ്. ഒരാളോട് ദേഷ്യം എന്ന വികാരം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഞാൻ അനുസരിക്കേണ്ട കാര്യമില്ല, കാരണം ഐ എം ഡെഡ്. ഞാൻ ക്രിസ്തുവിൽ, ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടവനാണ്. ഐ എം നോട്ട് ഇൻഡപ്റ്റഡ് എനിമോർ. ഞാൻ പഴയ ആദമിലല്ല, വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ പുതിയ ആദമിലാണ്, ഒടുക്കത്തെ ആദമിലാണ്, ക്രിസ്തുവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ജഡത്തിന് കടക്കാരനല്ല, കാരണം ഞാൻ മകനാണ്. ഐ എം നോട്ട് എ സെർവന്റ്, ഐ എം നോട്ട് എ സ്ലേവ്, ഐ എം എ സൺ. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് അവന്റെ ആത്മാവിനാൽ നമ്മുടെ പകരക്കാരനായി നമ്മളിൽ അവന്റെ ജീവനെ ഉരുവാക്കി. ഞാൻ നടക്കുന്ന ഓരോ വഴിയിലും ക്രിസ്തു എനിക്ക് പകരക്കാരനായി അവന്റെ നീതി എന്നിൽ വളർത്തിയെടുത്ത് ആ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് എന്നെ നയിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഓക്കെ, അവിടെ പറയുന്നത് ഒരു വലിയ പ്രത്യാശയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. ആത്മാവ് ഇപ്പോൾ വിശദീകരണം നടത്തുന്നവരുടെ പ്രാണനെയാണ്. ശരീരം മരണത്തിന് അധീനമാണ്, അത് മരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുള്ളിൽ വസിക്കുന്നുവെങ്കിൽ, പുത്രനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ച അതേ ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മർത്യ ശരീരവും ഒരു നാളിൽ എഴുന്നേൽക്കും. അന്ന് കർത്താവിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നാം ശരീരത്തിലും മനസ്സിലും രക്ഷിക്കപ്പെട്ടവരായും പൂർണ്ണമായി വീണ്ടും ജനിച്ചവരായി തേജസ്കരിക്കപ്പെട്ടവരായി ഒറ്റ ആളായിട്ട് പിന്നെ മാറും. എന്ന് പറഞ്ഞാൽ, നമ്മൾ പാപം ചെയ്തപ്പോൾ നമുക്ക് ആത്മാവും ദേഹവും 3ആയി ചിതറപ്പെട്ടു. എന്നാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവും ദേഹവും വേർതിരിച്ചറിയേണ്ട കാര്യമില്ല. വി ബിക്കം വൺ ഹോളി ടെമ്പിൾ ഫോർ ദ ലോർഡ്. നമ്മൾ ഒറ്റ മനുഷ്യനായിട്ട് യൂണിഫൈഡ്. അതാണ് ഗ്ലോറിഫിക്കേഷനിൽ നടക്കുന്നത്. ശരീരവും പ്രത്യേക ആഗ്രഹങ്ങളില്ല, വികാരങ്ങളില്ല. മനസ്സിന് പ്രത്യേക ചിന്തകളില്ല, അതിന് പ്രത്യേകമായ ഒരു ഐഡന്റിറ്റി ഇല്ല. ആത്മാവ് എന്ത് പറയുന്നു, ആത്മാവിന് പൂർണ്ണമായി സബ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സും അതിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ശരീരവും നമുക്ക് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ വേർതിരിച്ച് കാണാൻ കഴിയാത്ത രീതിയിലുള്ള യൂണിഫിക്കേഷനെയാണ് നമ്മൾ ശരിക്കും വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ നമ്മൾ ചിതറപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, പാപത്തിൽ മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുകയും പ്രാണനും ശരീരവും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് നമ്മളിൽ ഇടപെടുകയും പലപ്പോഴും തിന്മയും നന്മയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് നമ്മൾ മക്കളായി കഴിയുമ്പോൾ നമ്മൾ ഒരു വലിയ തേജസ്കരണത്തിലേക്കും, ആ പാപം വരുന്നതിന് മുൻപുള്ള ഒരു അവസ്ഥയിലേക്കല്ല, അതിനേക്കാൾ ഒക്കെ തേജസ്സുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 12-ാം വാക്യം മുതൽ കാണുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തിനനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അപ്പൊ ജഡത്തോടുള്ള അടിമത്വം ഇനി നമുക്കില്ല. എന്തുകൊണ്ടില്ല? ഇറ്റ് ഡൈഡ്. നമ്മൾ മരിച്ചു, അവന്റെ കൂടെ നമ്മൾ മരിച്ചു. ആ മരിച്ചു എന്നുള്ളത് വേദപുസ്തകം നമ്മളോട് പറയുന്ന ഒരു സത്യമാണ്. ബൈബിളിൽ അനേകയിടത്ത് പറയുന്നുണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച്. വി ഡൈഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ കടമില്ല. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്ന ഒരുവൻ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു. All died in 2 Corinthians chapter 5 verse 14.
ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ശരീരത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്, ശരീരം പറയുന്ന വികാരങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ഇനി അതിന് കടക്കാറാകേണ്ട കാര്യമില്ല. ബിക്കോസ് വി ആർ ഫ്രീ. നേരത്തെ നമുക്ക് വേറൊരു വഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി നമുക്ക് ജീവന്റെ ഒരു പുതുവഴി തന്നു. നേരത്തെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഒന്നുകിൽ നല്ലത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചീത്ത തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും ജഡമായിരുന്നു. എന്ത് ചെയ്താലും നമ്മൾ ജഡത്തിന്റെ അടിമകളായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമുക്ക് ആത്മാവിൻ്റെതെന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഈ ആത്മാവിൻ്റെതെന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ, അത് ദൈവത്തിന്റെ ആനന്ദത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ആ ഓപ്ഷൻ നേരത്തെ ഇല്ലായിരുന്നു. അതില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ജഡത്തിന് കടക്കാരനാകേണ്ടി വന്നത്. അതില്ലാതിരുന്നത് കൊണ്ട് ഞാൻ ജഡത്തിന് കടക്കാരനാകേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ആത്മാവിലെ ജീവൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് ജഡത്തിന് കടക്കാരനായിരിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കൊരു തേർഡ് ഓപ്ഷൻ, ശരിക്കും അതാണ് പ്രൈമറി ഓപ്ഷൻ ഫോർ എ ബിലീവർ. ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട്. എനിക്ക് നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിനെ വിവേചിക്കേണ്ട കാര്യമില്ല. ഐ ക്യാൻ സീ ദാറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ജീവനിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ എന്ന ഓപ്ഷൻ വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധീകരണം ഈസ് പോസിബിൾ ഓൺലി ഫോർ ദോസ് ഹു ആർ ബോൺ അഗെയിൻ. വീണ്ടും ജനിക്കാത്തവർക്ക് വിശുദ്ധീകരണം അസാധ്യമാണ്. നമ്മൾ ബൈബിളിലൊക്കെ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രോബ്ലം ഇതിൽ പകുതി വീണ്ടും ജനിച്ചവരല്ല എന്നുള്ളതാണ്. സോ സാങ്ക്ടിഫിക്കേഷൻ എങ്ങനെ സംഭവിക്കുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് എങ്ങനെ വരുന്നു, അത് മനസ്സിലാക്കാൻ നമുക്ക് ആത്മാവിൽ ജീവനുള്ള, ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ച ഒരു ആന്തരിക മനുഷ്യനുണ്ടാകും. അത് ദൈവത്താൽ മാത്രം സാധിക്കുന്ന കാര്യം. അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. അവന്റെ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കിനാൽ നമ്മളെ പുത്രന്മാരാക്കി, മക്കളാക്കി മാറ്റി. ആ വീണ്ടും ജനനം നമ്മളെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മളെ കൺഫസ് ചെയ്യുന്നു. നീ എന്റെ മകനാണ് എന്ന പിതാവിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നു. ആ പുതിയ ജീവൻ എന്ന ഓപ്ഷൻ നമുക്ക് വരുന്നത് കൊണ്ട് വി ഡോണ്ട് ഹാവ് ടു, നമുക്ക് ജഡത്തിനെ അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ബിഫോർ ദാറ്റ് വി നീഡഡ് ടു ഒബേ ദ ഫ്ലഷ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ ആ ലൈഫിന്റെ ഓപ്പൺനെസ്, അതിന്റെ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, ആത്മാവിനാൽ നടക്കുമ്പോൾ, നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇടുക്ക് വഴി, ശരിയായ ജീവൻ കണ്ടെത്താനുള്ള ഒരു ഇടുക്ക് വഴി, നമ്മുടെ ജഡത്തിൻ്റെതല്ലാത്ത ഒരു വഴി, ആത്മാവിൻ്റെതായ ഒരു ഡയമെൻഷൻ നമുക്ക് ജീവിതത്തിൽ കിട്ടുക. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു? തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. പ്രാണനെയും ആത്മാവിനെയും തിരിച്ചറിയാന്ന് പറഞ്ഞ എ ഗ്രേറ്റ് ഡിസിപ്ലിൻ. ഞാൻ അതും കൂടെ പറയൂ എന്തായാലും ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും. കാരണം ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഏതാണ് ആത്മാവിൽ നിന്ന് വരുന്നത്, ഏതാണ് എന്റെ പ്രാണനിൽ നിന്ന് വരുന്നത് വേർതിരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വേർതിരിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ കഴിയില്ല. കാരണം നമ്മുടെ പ്രാണനിൽ ചില നല്ല ചിന്തകൾ ഉണ്ടാവും, നല്ല പ്രവൃത്തികൾ ഉണ്ടാവും. നമ്മൾ ഇത് ആത്മാവിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും നമ്മൾ വളർന്നു എന്നുള്ളതിന്റെ തെളിവ്, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ ഒരു കാര്യം ആത്മാവിൽ നിന്നാണോ പ്രാണനിൽ നിന്നാണോ തിരിച്ചറിയാൻ പറ്റും. ഈ ഓപ്ഷൻ ആത്മാവ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. 2004 ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നു. ഞങ്ങൾ വളരെ സാമ്പത്തികമായ പ്രതിസന്ധി, പഴയ കാലം അതുകൊണ്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ ഞങ്ങൾ നിലത്തിരുത്തിയാനെ. കാരണം കസേരയൊന്നുമില്ല, ഡെയിലി ജീവിക്കുന്ന എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, കറിയൊന്നുമില്ല, കറിയൊന്നും വെക്കാൻ പറ്റില്ല, റൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഇലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇലകൾ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടും, ഈ ആന്ധ്രത്തിൽ ഇലക്കറികൾ കിട്ടും, വില കുറച്ച് ഇലകൾ കിട്ടും. അങ്ങനെ മാസങ്ങൾ ഞങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗ ഇല്ല, ഞങ്ങൾ ദൂരെ പോയി നടന്നു പോയി. എന്റെ ഭാര്യയ്ക്ക് ഒത്തിരി അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മണ്ണെണ്ണ അന്വേഷിച്ചാണെന്നും വിറക് അന്വേഷിച്ചാണെന്നും. സാമ്പത്തികമായിട്ട് ആരും സഹായിക്കാനില്ലെന്ന് മാത്രമല്ല, ഫോൺ ചെയ്ത് എന്തുണ്ട് സഹോദര, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനും ആരുമില്ല. ഇറ്റ് വാസ് എ ലൈഫ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണാം. ആ സ്വപ്നത്തിൽ ഞാൻ വളരെ പ്രയാസപ്പെട്ട ഒരു പാറയുടെ മുകളിൽ കൂടെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോവാം. മൊത്തം മുള്ളിങ്ങനെ വളർന്ന് തൂങ്ങിക്കിടപ്പുണ്ട്. അതിനിടയിലൂടെ ഞാൻ ഇങ്ങനെ ഇഴഞ്ഞു പോവാം. ദേഹമെല്ലാം മുറിയുന്നുണ്ട്. സ്വപ്നത്തിലാണ്. ഈ സ്വപ്നം കണ്ടിട്ട് ദൈവാലോചനയാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവർക്കുള്ളൊരു മറുപടി കൂടെ ആയിരുന്നു. ഞാനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോയി
ഇങ്ങനെ കഷ്ടപ്പെടുക, സ്വപ്നത്തിൽ കഷ്ടപ്പെടുക. അപ്പൊ ഞാൻ ആ മുള്ളിനിടയിലൂടെ നോക്കിയപ്പോ താഴെ നല്ലൊരു റോഡ് പോകും. അപ്പൊ ഞാൻ എന്നോട് സ്വപ്നത്തിൽ പറയുക, എഴുന്നേറ്റിട്ടില്ല, സ്വപ്നത്തിൽ തന്നെ പറയുക, ദൈവം എന്റെ കഷ്ടത കണ്ട് എനിക്ക് വിശാലമായൊരു വഴി തുറന്നു. ദൈവത്തിന് കണ്ണു തുറന്നു. കണ്ണ് തുറന്ന ഉടനെ കർത്താവിന്റെ ശബ്ദം എനിക്ക് വന്നു, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേ കിടക്കുന്നവർ അനേകരുമാണ്. എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഏതാ ദൈവത്തിന്റെ ആലോചന? ഏതാണ് പ്രാണനി വന്നത്? ഈ ദൈവത്തിന്റെ വചനം ഒരു വാൾ എന്ന പോലെ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എങ്ങനെയാണ് ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഞാൻ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാനൊരു പിക്ചർ വഴി കാണിക്കാൻ ശ്രമിക്കാം. സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ സെൻസറി വേൾഡിലെ ഈ ആത്മാവിൽ നിന്ന് ചിന്തകൾ വരും, അത് പ്രാണനിലേക്കാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ശരീരമുണ്ട്. ശരീരം, പ്രാണൻ, ആത്മാവ്. ഈ പ്രാണനിൽ തന്നെ നമുക്ക് നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അതായത് സോളിൽ തന്നെ നന്മ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും. അത് ആത്മാവില്ലാത്തവർക്കും നന്മ ചെയ്യാൻ പറ്റും, തിന്മ ചെയ്യാനും പറ്റും. അപ്പോൾ എന്താ നമുക്ക് വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നന്മ, ഈ പ്രാണനിൽ നിന്ന് വരുന്ന നന്മയും ആത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളും നമുക്ക് രണ്ടിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധാരണഗതിയിൽ കഴിയാറില്ല. നമ്മൾ മിക്കവാറും ഇങ്ങനെയാ ചിന്തിക്കുന്നത്. ഈ വേർതിരിവ് നമുക്ക് കിട്ടാറില്ല. ഇവിടെ തിന്മയില്ല, ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. ആത്മാവിന്റെ കാഴ്ചകളും അതിന്റെ കൂടെ നമ്മുടെ സ്വാഭാവിക നന്മയും ഇടകലർന്ന് ആണ് സാധാരണഗതിയിൽ ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള വാൾ. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കി ആ വാക്യത്തില്. ഒന്ന്, ഇരുവായ്ത്തലയുള്ള വാൾ. ഇത് നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇരുവായ്ത്തലയുള്ള വാളല്ല വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള, അതാണ്. ഇരുവായ്ത്തലയുള്ള വാളുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഒരു സ്ഥലത്ത് ഇരുവായ്ത്തലയുള്ള വാൾ, മറുസ്ഥലത്ത് അതിനേക്കാൾ മൂർച്ചയുള്ള വചനം. അപ്പൊ രണ്ട് സാധനമുണ്ട് വെട്ടാൻ കൊള്ളാവുന്ന. ഒന്ന് ഇരുവായ്ത്തലയുള്ള വാളും, മറ്റൊന്ന് അതിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം. ഇത് രണ്ടും വെട്ടാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഇരുവായ്ത്തലുള്ള വാള് പോലെ വചനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നറിയോ? മുമ്പ് ഇരിക്കുന്നവനെ വെട്ടും, പറയുന്നവനെ വെട്ടും. അങ്ങനെയല്ല അവിടെ എഴുതിയേക്കുന്നത്. അതിനേക്കാൾ മൂർച്ചയേറിയ. അപ്പൊ മുറി കൊള്ളാനും രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് സന്ധി മജ്ജകൾ, സന്ധി മജ്ജകൾ, ജോയിൻസ് ആൻഡ് മാരോ. മറ്റൊന്ന് സോൾ ആൻഡ് ദ സ്പിരിറ്റ്, പ്രാണനും ആത്മാവും. അപ്പൊ ഇരുവായ്ത്തലുള്ള വാള്, നമ്മള് ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ചിക്കന്റെ എല്ലിനകത്ത് മജ്ജ ഊറ്റിയെടുക്കുമല്ലേ കഴിക്കാൻ നേരത്ത്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാൻ ചിക്കൻ കഴിക്കാറില്ല, പക്ഷെ നമ്മൾ എല്ലൊന്ന് പൊട്ടിച്ചിട്ട് ഒരൊറ്റ വലിച്ച് അതിനകത്ത് മജ്ജ എല്ലാം വായിക്കാത്ത പോകും അല്ലെ? എന്ത് ഈസി അല്ലേ മജ്ജ സെപ്പറേറ്റ് ചെയ്യാൻ. പക്ഷെ വേവിക്കുന്നതിന് മുമ്പാണെങ്കിലോ
നമ്മൾ എത്ര നല്ല ബ്ലേഡ് കൊണ്ട് മുറിച്ചാലും ആ റെഡ് കുറച്ച് അപ്പുറത്ത് വരും, വൈറ്റ് കുറച്ച് ഇപ്പുറത്ത് വരും. അത് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോകത്തിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള സർജിക്കൽ ബ്ലേഡ് ഉണ്ടെങ്കിലേ ഈ സന്ധി മജ്ജയെ വേർതിരിച്ച് സന്ധിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. സമ്മതിച്ചോ? അതിനേക്കാൾ കുഴപ്പമാണ് ആത്മാവും പ്രാണനും തമ്മിൽ മിക്സ് ആയി കിടക്കുന്നത്. ഈ ചിന്ത ആത്മാവീന്നാണോ പ്രാണനീന്നാണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഇരുവായ്ത്തലയുള്ള വാള് കുറെ കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് അറിയാം, എന്നാൽ കുറെ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പൊ ഇരുവായ്ത്തലയുള്ള വാള് ഈ ആത്മാവിനെയും പ്രാണനെയും ഇങ്ങനെ വിഭജിച്ചാൽ പോരാ, അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നവരെ കടന്നു പോകും. അത്ര മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ അഭ്യാസം വന്നവർക്ക് ഒരു തോട്ട് വന്നാൽ അത് പ്രാണനീന്നാണോ ആത്മാവീന്നാണോ എന്നത് കേൾക്കുമ്പോഴേ മനസ്സിലാകുന്ന ഒരു തലം വരുന്നതിനെയാണ് നമ്മൾ ക്രിസ്ത്യൻ മാച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാണേണ്ട കാര്യമാണ്. എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം നമ്മൾ 3 മുതൽ ഒരു 6 അവസാനം വരെ വായിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ, ഇതെങ്ങനെയാണ് വിഭജനം നടക്കുന്നത് എന്നുള്ള കാര്യം. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം. കാരണം ഞാൻ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ എല്ലാ പുസ്തകങ്ങളുടെയും കമന്ററി, ഓഡിയോ കമന്ററി ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പം ബാക്കി അതും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്പൊ ഞാൻ ഈ രാത്രിയിൽ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. സ്വപ്നം ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചു. കാരണം ഞങ്ങളുടെ പ്രതിസന്ധികൾ തീരാൻ പോവുകയാണ്, ഞങ്ങളുടെ കടം വിടാൻ പോവുകയാണ്, ഞങ്ങൾക്ക് അനുദിന ആഹാരം കിട്ടാൻ പോവുകയാണ്, അങ്ങനെയൊക്കെ ആശ്വസിച്ചു. പക്ഷെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് എഴുന്നേറ്റ ഉടൻ ഈ വാളിന്റെ ഒരു വെട്ടങ്ങ് വന്നു. നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേക്ക് കിടക്കുന്നവർ അനേകരും. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ ഇനി എന്താണോ വരാനിരിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പം അമേരിക്കയിൽ നിന്ന് ഒരു 4-5 പേര് ഓങ്കോളിൽ വന്നു. 3 പേര് ഓങ്കോളിൽ വന്നു. 2 പ്രാവശ്യമായിട്ടാണ് 5 പേര് വന്നു. അവർ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, കാരണം വീട്ടിൽ അങ്ങനെ ഒരാൾക്ക് വന്ന് കയറി ഇരിക്കാൻ പോലുള്ള സ്ഥലമില്ല. അപ്പൊ അവര് ഹോട്ടലിൽ മുറിയെടുത്ത് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. എൻ്റെ ഒരു സാറുണ്ട്. അപ്പൊ അവർ വിളിപ്പിച്ചിട്ട് ഹോട്ടലിലോട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ചേസ് നിങ്ങൾക്ക് ഈ ഓങ്കോളിലെ സുവിശേഷ വേലയ്ക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് ഞങ്ങൾ തരാം. കണക്ക് മാത്രം കൃത്യമായിട്ട് തന്നാൽ മതി. എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെക്ക് ബുക്ക് ഞാൻ ഏൽപ്പിച്ചേക്കാം. എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോ, അക്കൗണ്ട് മാത്രം തന്നാൽ മതി. എല്ലാരും പറഞ്ഞു. എന്റെ ഭാര്യയും ചിന്തിച്ചു, ഞാനും ആദ്യം ചിന്തിച്ചു, കർത്താവേ ഞാൻ വിശാലമായ വഴി തുറന്നു കിട്ടി. പക്ഷെ ദൈവത്തിന്റെ വചനം ഉള്ളിരുന്ന് പറയുന്നുണ്ട്, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേക്ക് കിടക്കുന്നവർ അനേകരും. ഞാൻ അവരോട് വേണ്ടാന്ന്. എനിക്ക് എന്താണ് ആ ധൈര്യം? ആ സമയത്ത് ഒരു നയാ പൈസ കയ്യില്ലാത്തപ്പോ ധൈര്യം കർത്താവ് തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനത് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്നറിയോ? ഇഫ് ദ ബെസ്റ്റ് വുഡ് ഹാവ് ഹാപ്പൻഡ്, ഞാൻ ആന്ധ്രാപ്രദേശിലെ പിള്ളേർക്ക് വേണ്ടി ഒരു കെയർ സെന്റർ തുടങ്ങിയേനെ. HIV ഉള്ള പിള്ളേർക്ക് വേണ്ടി ഒരു ഹോസ്റ്റലും സ്കൂളും ഒക്കെ തുടങ്ങിയത്. അവിടെ ഒരു സോഷ്യൽ സർവീസ് ആരംഭിച്ചേനെ. ഒത്തിരി പേരെ സഹായിച്ചേനെ. ഇന്നിപ്പോ ഈ ലോക്ക്ഡൌൺ പീരീഡില് അവരുടെ വീടുകളിൽ സഹായം എത്തിക്കാനൊക്കെ ശ്രമിച്ചേനെ. എത്ര പേര് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്? അവർക്ക് ആഹാരം ഉണ്ടോ? അമേരിക്കയിൽ നിന്ന് പൈസ വരുന്നുണ്ടോ? അതിന്റെ അക്കൗണ്ട് എങ്ങനെയാണ്? അവർക്കുള്ള കണക്ക് കൊടുത്തോ? സ്റ്റോക്ക് എത്രയുണ്ട്? റിപ്പോർട്ട്സ് എല്ലാം എഴുതിയിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ അക്കൗണ്ടിങ് എങ്ങനെയുണ്ട്? ഇതെല്ലാം അന്വേഷണം നടക്കുന്ന ഒരാളായിരുന്നേനെ ഞാൻ. വയസ്സനാങ്കാലം ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഗവൺമെന്റിന് അവാർഡ് നിന്ന് ആദരിച്ചേനെ, ചിലപ്പം ഞാൻ നോബൽ സമ്മാനം നേടിയേനെ. മരിക്കാൻ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ, ഞാൻ ഒന്നുമില്ലാത്തവനായി ആന്ധ്രയിലേക്ക് വന്നു, ദൈവമാണ് എനിക്ക് വിശാലമായ വഴി തുറന്നു ഞാൻ പറഞ്ഞേനെ. ഞാൻ എന്ത് മനസ്സിലാക്കൂലായിരുന്നറിയോ? ഇതെല്ലാം പ്രാണനിലായിരുന്നു എന്ന് മനസ്സിലാക്കൂല. അപ്പൊ ആത്മാവിന്റെ വചനം എന്ന് പറയുന്ന കട്ടിയാഹാരോ, അത് സ്വീകരിച്ചാൽ നമ്മൾ പിന്നെയും കഷ്ടപ്പാടാ, പിന്നെയും മണ്ണെണ്ണ അന്വേഷിച്ച് നടക്കണം. ആ സാറിനോട് 10 വർഷം മിണ്ടിയില്ല, വിഷമം കാരണം. ഇവനെ എങ്ങനെ നന്നാക്കും? എനിക്കും ഭയങ്കര വിഷമായിരുന്നു. വളരെ നല്ല സാറ്. ഇപ്പം ഞങ്ങൾ നല്ല കൂട്ടാണ്. പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചു. അവർ ബലമായിട്ട് ഞങ്ങൾക്ക് മാസം കുറച്ച് പൈസ അയച്ചു തരുമായിരുന്നു. ഞങ്ങൾ പിന്നെ അൾട്ടിമേറ്റ്ലി റിഫ്യൂസ് ചെയ്തുകൊണ്ട് അവരൊന്നും അവർ ഒത്തിരി നോക്കി ഞങ്ങളെ കൂടെ കൂട്ടാൻ. പക്ഷെ ഗോഡ് ഡിഡ് നോട്ട് അലോ ദാറ്റ്. അത് എനിക്ക് വിവേചിക്കാനുള്ള ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം എന്നെ അതിന് മുൻപേ വാൺ ചെയ്ത് എനിക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാരെ അവിടെ ഒരുക്കി ഇത് പറയാനുള്ള ധൈര്യം തരാൻ വേണ്ടി. ഇഫ് ഐ ഹാഡ് ഗോൺ റോങ് ദെയർ, ഇന്ന് ഞാൻ ഈ റോമാലേഖനം നിങ്ങളോട് പഠിപ്പിക്കാൻ ഈ ക്ലാസ് എടുക്കാൻ ഉണ്ടാവില്ലായിരുന്നു.
So God had elected me for another thing. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ഞാൻ മനസ്സിലാക്കുമായിരുന്നുള്ളൂ, അയ്യോ കർത്താവേ, ഞാൻ സോളിഷ് ലിവിങ്ങിലൂടെ ഞാൻ നശിപ്പിച്ചല്ലോ എന്റെ പ്രതിഫലം മുഴുവൻ. ഞാൻ ഈ ലോകത്തെ പേരും പ്രശസ്തി എല്ലാം നേടി, കർത്താവേ നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഒന്ന് നിൽക്കും എന്നൊരവസ്ഥയിൽ ഞാൻ എത്തിപ്പോയത്. പ്രിയ സഹോദരങ്ങളെ, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാവിന്റെ ശബ്ദം നമ്മളെ കഷ്ടതയിലോട്ട് നയിക്കാം. പക്ഷെ അത് പുത്രത്വത്തിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കുള്ളൂ. ആ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മക്കൾ എന്ന അവകാശം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജഡത്തിന് കടക്കാരല്ല, ആത്മാവിന്റെ ശബ്ദം കേൾക്കാമെന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ആ ഓപ്ഷൻ എപ്പോഴും നമ്മൾ എക്സർസൈസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇതുപോലെ പലപ്പോഴും ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ ഓർമ്മ, 2 പ്രാവശ്യമാണ് അശരീരിയായിട്ട് എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കിട്ടിയിട്ടുള്ളത്. 2ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സമയത്ത് ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി, പ്രാണന്റെ തലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ ശബ്ദം ഞാൻ 2ാമത് കേട്ടു. So we need to learn to discern what comes from the spirit and what comes from the soul. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ആത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് പ്രത്യേക വെളിപ്പാടും പ്രത്യേക കാഴ്ച ഒന്നും കാണണ്ട. അത് മെച്യൂരിറ്റി വരുന്തോറും നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോഴേ മൈ ജീസസ് വുഡ് നോട്ട് ബി ലൈക്ക് ദിസ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്റെ കർത്താവ് ഇങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നതെന്ന് എന്റെ ആത്മാവിൽ തന്നെ എനിക്ക് വെളിപ്പെടും. ആൻഡ് ദാറ്റ്സ് മെച്യൂരിറ്റി. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത് എനിക്കൊരു അനുഭവമായി, അത് എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ വരും. ആ വരുന്നത് കർത്താവിന്റെ കൃപയാണ്, ആത്മാവിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവമാണ്, ക്യാരക്ടറാണ്. അതാണ് എന്നെ ശരിക്കും വിശദീകരിക്കുന്നത്. പുത്രത്വമാണ് എന്നെ ശരിക്കും ഉറപ്പിക്കുന്നതും വിശദീകരിക്കുന്നതും. അപ്പൊ ദൈവത്തിന്റെ വചനം അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ആ കട്ടിങ്, അതാണ് വിഭജിക്കുന്നത് വരെ കടമയില്ല. അതിന്റെ താഴെ ഇരിക്കുന്നത് ഹൃദയത്തിലെ നിലവുകളെയും പാവങ്ങളെയും, അതിനെ ഒരു ഉള്ളിലുള്ള ഓരോ ചിന്തകളെയും വിവേചിക്കാൻ പറ്റും ദൈവത്തിന്റെ വചനത്തിൽ. ക്യാൻ സോ തറോലി ബ്രേക്കസ്, നമ്മളെ പൊട്ടിച്ച് തകർത്ത് അതിന്റെ ഓരോരോ കഷ്ണവും വേർതിരിച്ചെടുക്കാൻ പറ്റും ദൈവത്തിന്റെ വചനത്തിൽ. വേർഡ് ഈസ് വെരി പവർഫുൾ. നമ്മളത് ശരിക്കും ഉപയോഗിക്കാൻ പഠിച്ചാൽ, വചനം ശരിക്കും അപ്ലൈ ചെയ്യാൻ പഠിച്ചാൽ, ഇത് എങ്ങനെ പഠിക്കാൻ? ഇതിന്റെ കോഴ്സും കോളേജും ഒന്നും ഇല്ല. നമ്മൾ കർത്താവിന്റെ സന്നിധി ഇരിക്കും തോറും, കർത്താവിന്റെ ആത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കും തോറും ജീവജല നദികൾ നമ്മളിൽ നിന്ന് ഒഴുക്കുവാൻ ആത്മാവിനാൽ ദൈവത്തിന് സാധിക്കും. ഇറ്റ്സ് എ വർക്ക് ദാറ്റ് ഗോഡ് ഈസ് ഡൂയിങ് ഇൻ അസ്. ആ ആത്മാവിന്റെ വെളിപ്പാടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ജഡീകന്മാരെ പോലെ ആയിപ്പോകും. കൊരിന്ത് സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോഴും എബ്രായർക്ക് എഴുതുമ്പോഴും പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ജഡീകന്മാരെ പോലെ സംസാരിക്കേണ്ടി വരിക. കാരണം ഇപ്പോഴും നിങ്ങൾ പരിജ്ഞാനത്തിൽ വിവേചിക്കാൻ പഠിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പരിജ്ഞാനം, ആ വിവേചനം, ആത്മാവിന്റെ വിവേചനം നമുക്ക് ലഭിക്കണമെങ്കിൽ പിന്നെ കട്ടിയാഹാരോ, പിന്നെ കഷ്ടതയായിരിക്കും. പക്ഷെ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കും. അപ്പം ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ബാക്കിയെല്ലാം ചവറന്നെണ്ണാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ ആ പരിജ്ഞാനത്തിന്റെ കട്ടിയാഹാരത്തിലേക്ക് നമുക്ക് സന്തോഷമായിട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ സഭ എപ്പോഴും നമ്മൾ കർത്താവിന്റെ തികവിൽ ഒരാളെ പണിയാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ സഭ. സഭയുടെ ഉദ്ദേശം അത് തന്നെയാണ്. പുത്രത്വത്തിൽ ജനങ്ങളെ ഉറപ്പിക്കുക, വിശ്വാസത്തിൽ അവരെ കർത്താവിനെ അനുഭവിക്കാൻ അവരെ പഠിപ്പിക്കുക, ക്രിസ്തു എന്ന തലയോളം വളർത്തുക, കർത്താവിന്റെ പൂർണ്ണ പുരുഷത്വം പ്രാപിക്കാൻ തക്കവണ്ണം. എഫെസ്യർ ലേഖനം 4:12 മുതലുള്ള വാക്കിൽ എന്തിനാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ? പ്രവാചകന്മാർ എന്തിനാ? നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയാ, ക്രിസ്തുവിൽ വളർത്താൻ വേണ്ടിയാ. ഓക്കെ, ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇനി കടക്കാരാകുന്നത് ജഡത്തിനല്ല, ജഡത്തിന് കടക്കാരാകരുത്. കാരണം നമ്മൾ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് വഴിയുണ്ട്. നശിച്ചു പോകുന്ന ലോകത്തിന്റെ ആ ഒരു മോഹത്തിനകത്ത് നമ്മൾ വഞ്ചിക്കപ്പെടരുത്. വി ഷാൽ നോട്ട് ബി ഇൻഡക്റ്റഡ് ടു ദ ഫ്ലഷ്. ഓക്കെ, അപ്പോ 13-ാം വാക്യം പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ഇഫ് യു ഡു നോട്ട് ബിലോങ് ടു ദ ലോർഡ്, നിങ്ങൾ ജഡമാണ് നിങ്ങളുടെ മാസ്റ്റർ എങ്കിൽ ഇപ്പോഴും നിങ്ങൾ മരണത്തിന് അധീനരാണ്, നിങ്ങൾ മരിക്കും. അപ്പൊ ജഡത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ 2 കോളത്തിൽ കണ്ടത്, ജഡത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ, ലൈഫ് അല്ലത്, ജഡത്തിലുള്ള എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ മരണം എന്ന ക്യാപ്ഷന്റെ കീഴെ വരുന്ന കാര്യമാണ്.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഇൻസൈറ്റ് കാരണം, ആത്മാവിലെ ജീവന്റെ പ്രവാഹം കാരണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ആത്മാവിന്റെ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ജഡത്തിന്റെ അവയവങ്ങൾ മരിച്ചു പോകും. അത് നമുക്ക് ഇതിനെ കൊല്ലാനൊന്നും പറ്റില്ല. ആത്മാവിനാലാണ് മരിപ്പിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇത് നല്ല എക്സാമ്പിൾ ഒന്നും അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നേ ഉള്ളൂ. പെർഫെക്റ്റ്ലി സിങ്കിങ് എക്സാമ്പിൾ ഒന്നും അല്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു 40 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ ഇരുന്നിട്ട്, വേണ്ട 40 ഒന്നും വേണ്ട, 3 മതി, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. 3 ദിവസത്തെ ഉപവാസമൊക്കെ ഇരുന്നിട്ട് ഞായറാഴ്ച കർത്തൃമേശയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു 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 ഹെവി ഫീലിംഗ് ഉണ്ട്, ആത്മീയതയുടെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ കർത്താവ് വന്ന പോകുന്ന ഒരു ഫീലിംഗ് വരും, കുറച്ചു നേരത്തേക്കുള്ളത്. അപ്പൊ പിള്ളേരാരെങ്കിലും പോയി TV ലോൺ ചെയ്യുകയാണെങ്കിൽ അമ്മയും അപ്പനും പറയാ, ചർച്ചയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, ഓഫ് ചെയ്താന്ന് പറയും. എന്താ പറയുക, അന്നേരം ജഡത്തിന്റെ അവയവങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, കുറെ നേരത്തേക്ക് അത് വർക്ക് ചെയ്യത്തില്ല, ഇപ്പൊ മരിച്ചിരിക്കുക. പക്ഷെ 5 മണി 6 മണിയാകുമ്പോൾ ഈ അപ്പനും അമ്മയും തന്നെ പോയി ഓൺ ചെയ്യും. അപ്പോഴാണ് നോർമൽ ആവുന്ന ഇവര്. അപ്പൊ ആത്മാവ് വ്യാപരിക്കുന്ന കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് ഈ ജഡമൊന്നും വലിയ താല്പര്യമില്ല, കഥകൾ കേൾക്കാൻ താല്പര്യമില്ല, തമാശ കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ ആ ഹാലോയിൽ കുറച്ചു നേരം നടക്കും. പക്ഷെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നമ്മൾ പഴയ പോലെ ആവും. പിന്നെ ഇനി അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അങ്ങനെ ആവുള്ളൂ. ഇത് പുത്രത്വത്തിന്റെ അനുഭവമൊന്നും അല്ല. അതാണ് ഞാൻ പറയുന്നത് വലിയ എക്സ്പീരിയൻസ് ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇതൊരു റിലീജിയസ് എക്സ്പീരിയൻസിന് അങ്ങനെയുള്ള മായ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പുത്രത്വത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ ഒരു ജഡജീവിതത്തോടുള്ള ഒരു മരവിപ്പ് ഉണ്ടാവും. അത് ആത്മാവിനാൽ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിന് പറയുന്നത്. അല്ലാതെ നമ്മൾ തീരുമാനം എടുത്ത് മരിക്കാൻ പറ്റില്ല. ആത്മാവിന്റെ ജീവൻ നമ്മളിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് മറ്റതിന്റെ മരണം നമ്മൾ അനുഭവിക്കുന്നത്. എക്സ്പീരിയൻസ് ഡെത്ത് ഇൻ ദ ഫിസിക്കൽ റിലം. ആ ഫിസിക്കൽ ബോഡി അല്ല, ആ പഴയ മനുഷ്യന്റെ തലത്തിൽ നമുക്ക് ആ മരണാവസ്ഥ, ആ വികാരങ്ങളുടെ മരണാവസ്ഥ അനുഭവിക്കാൻ നമുക്ക്. ഓക്കെ, ഇവിടെ പറയാണ് നിങ്ങൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ, അപ്പൊ ആത്മാവിലാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിക്കും. ഓക്കെ, 14-ാം വാക്യം പറയാ, ദൈവാത്മാവ് നടത്തുന്നവർ. കണ്ടോ, അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവാത്മാവ് നടത്തുന്നവരാവുക. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് ഗിവ്സ് us so much joy. ആത്മാവിനാൽ നടത്തപ്പെടുക, കൈപിടിച്ച് ഒരു കുഞ്ഞിനെ കർത്താവ് നടത്തുന്ന പോലെ. എന്നോട് നിങ്ങൾ ഇത് കഴിഞ്ഞ് ചോദിക്കരുത് കേട്ടോ, എങ്ങനെ പാസ്റ്ററെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നത്, ഒന്നും ചോദിക്കരുത്. എനിക്കൊന്നും പറഞ്ഞാൽ അറിയത്തില്ല, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഇതെങ്ങനെ കേൾക്കുന്നുള്ള കാര്യം. അതൊക്കെ തക്ക സമയത്ത് ദൈവം നടത്തും. നമുക്കതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം തക്ക സമയത്ത് നമ്മെ നടത്തിയിരിക്കും. കാരണം ദൈവമാണ് നമ്മളെ വിളിച്ചത്. നമ്മളിൽ ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ ദൈവത്തിന് കഴിയും. ഹി വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. ഓക്കെ, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ മക്കളെ ആരാ നടത്തുന്നത്? ദൈവാത്മാവ്. അപ്പൻ മക്കളെ നടത്തുന്ന പോലെയാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവാത്മാവ് നമ്മുടെ അപ്പൻ മക്കളെ നടത്തുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നരകത്തിൽ പോകുമോ എന്നുള്ള ഭയം കൊണ്ടുള്ള അനുസരണം. ഭയപ്പെടാനുള്ള ആത്മാവിനെ അല്ല ദൈവത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ഒബീഡിയൻസ് എന്നുള്ള കാര്യം തന്നെ നമ്മൾ. ഒബീഡിയൻസ് 2 തരത്തിൽ. ഒന്ന്, ഒബീഡിയൻസ് ബൈ ദ ഫ്ലഷ്. രണ്ട്, obedience of faith. റോമാലേഖനത്തിൽ നമ്മൾ എന്താ കണ്ടത്? ആദ്യം വിശ്വാസത്തിന്റെ അനുസരണം സകല ജാതികളിലും വരുത്തേണ്ടത്. 1:6. വിശ്വാസം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു? സ്വഭാവ മാറ്റം, പാപശരീരത്തിന്റെ മരണം, വിശുദ്ധീകരണം, അനുസരണം. ഇതിനകത്തൊരു വലിയൊരു കാര്യമുണ്ട്, പുത്രത്വം.
ഇങ്ങനെയാണ് വിശ്വാസത്തിന്റെ അനുസരണം വരുന്നത്. ഇനി ഒബീഡിയൻസ് ബൈ ദ ഫ്ലഷ് അതെങ്ങനെയാ വരുന്നത്? ഫിയർ ഓഫ് ഹെൽ, ഫിയർ ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കുമെന്നുള്ള പേടി. നഷ്ടം സംഭവിക്കുമോ? കർത്താവ് പിടിച്ച് നരകത്തിലിടുമോ? ഇത് ദാസ്യത്വമാണ്. ഭയം ഈസ് ദാസ്യത്വം. നോ വിശുദ്ധീകരണം. ഇവിടെ വിശുദ്ധീകരണം ഇല്ല. അനുസരണം അപൂർണം, ബാഹ്യം. ബാഹ്യം, എക്സ്റ്റേണൽ. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീന്? ഓക്കെ. നമ്മൾ ഇന്ന് സാധാരണ വിശുദ്ധിയുടെ പ്രസംഗങ്ങളെല്ലാം നമ്മളൊരു ഭയത്തിലേക്ക് നയിക്കും. അതൊരു വലിയ അപകടം. അതിനകത്ത് വിശദീകരണം ഉണ്ടാവില്ല. ദാസ്യത്വത്തിൽ നിന്ന്, ആ ദാസ്യത്വം എന്ന് പറയുന്ന ഭയത്തിൽ നിന്നുണ്ടാകുന്ന ദാസ്യത്വം, നീതിയുടെ ദാസ്യത്വമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? പ്രകൃതത്തിൽ നിന്നല്ല അനുസരണം വരുന്ന, ഭയത്തിൽ നിന്നാണ്. രൂപാന്തരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ അല്ല, ഭയത്തിൽ നിന്നാണ് അനുസരണം വരുന്നത്. അങ്ങനെയുള്ള അനുസരണങ്ങൾ പാർഷ്യലാണ്, ഭാഗികമാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ മകനോട് ഞാൻ പറയാണ്, ഞാൻ വെളിയിൽ പോവാണ്, ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഈ വീടെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടേക്കണം എന്ന് പറയുമെന്ന് വെച്ചോ മകനോട്. ഇപ്പൊ മകൻ പറയാണ്, എനിക്കെങ്ങും വയ്യ, അവന് ഇഷ്ടമില്ല, ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ പറയാ, നീ അടിച്ചു വാരിയില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇങ്ങനൊരു മകനില്ല, ഞാൻ നിന്നെ വീട്ടിൽ നിറയ്ക്കും. അവൻ വിചാരിക്കുക, ഓഹ് എന്റെ ദൈവമേ, ഈ മനുഷ്യൻ എന്നെ വീട്ടിൽ നിറക്കി വിടും, ആ അടിച്ചു വാരിയേക്കാം. ഓ വാരാതിരുന്നാ വന്ന് പരിശോധിച്ച് നോക്കുമ്പോ അവിടെ ഇവിടെ പൊടി കണ്ട എന്റെ ജീവിതം പോക്കാം, അതുകൊണ്ട് ഞാൻ അനുസരിച്ചേക്കാം. അനുസരിച്ചു. ഇതിനകത്ത് വിശുദ്ധീകരണം ഉണ്ടോ? സ്വഭാവമാറ്റം ഉണ്ടോ? പുത്രത്വം ഉണ്ടോ? ഒന്നുമില്ല. അതേസമയത്ത് ഇനി ഇങ്ങനെ ചിന്തിക്കാന്ന് വെച്ചോ, ഞാനൊന്നും പറയുന്നില്ല, കൽപ്പനകളാലല്ല, സ്നേഹത്താലാണ്. ഞാൻ പോകുന്നു. അപ്പൊ ആ മകൻ ഇങ്ങനെ ചിന്തിക്കുക, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു, എന്റെ അപ്പൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്തോരം എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഒരു കുറവും വരുത്താതെ എന്നെ വളർത്തുന്നു. അപ്പം വെളിയിലോട്ട് പോകുമ്പോൾ ഈ മുറിയെല്ലാം ഇങ്ങനെ കിടക്കുമല്ലേ, ഞാൻ എന്തായിരുന്നു അടിച്ചു വാരിയിട്ടാൽ അപ്പൻ എന്ത് സന്തോഷമായിരിക്കും. ഏതാ വിശുദ്ധീകരിക്കുന്ന അനുസരണം? പുത്രത്വത്തിൽ നിന്ന് വരുന്നത്, പുത്രത്വത്തിൽ നിന്ന് വരുന്നത്, സ്നേഹത്തിൽ നിന്ന് വരുന്നത്, വിശുദ്ധീകരണത്തിൽ നിന്ന് വരുന്നത്, സ്വഭാവമാറ്റത്തിൽ നിന്ന് വരുന്നത്, അപ്പനെ സന്തോഷിപ്പിക്കുന്നത്. തിരിച്ചു വരുമ്പോ അപ്പനെ ഏത് കാണുമ്പോഴായിരിക്കും സന്തോഷം? നരകത്തെ പറഞ്ഞ് പേടിപ്പിച്ചല്ല അനുസരിപ്പിക്കേണ്ടത്, പുത്രത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, വിശുദ്ധീകരണത്തെ ഓർമ്മിച്ചുകൊണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ നമ്മെ തന്നെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ മനസ്സലി ഓർത്തിട്ടാ പ്രബോധനങ്ങൾ നോക്കുക. യു കനോട്ട് ത്രെറ്റൻ എനി പേഴ്സൺ ഇൻ ടു സാങ്ക്ടിഫിക്കേഷൻ. അതുകൊണ്ട് ട്രൂ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിലുള്ള വിശുദ്ധീകരണം രക്ഷയുടെ അഷുറൻസിൽ നിന്നാണ് വരുന്നത്. അത് ഫെയ്ത്തിനാൽ വരുന്ന അഷുറൻസ് ആട്ടോ, അല്ലാതെ എങ്ങാണ്ട് എവിടെയെങ്ങാണ്ട് പോയിരുന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടുണ്ടായതല്ല. ചുമ്മാ ഒന്ന് ഏറ്റു പറഞ്ഞത് കൊണ്ടൊന്നും ആർക്കും ഒരു അഷുറൻസും കിട്ടത്തില്ല. വെൻ വി ലീവ്, ജീവിക്കുമ്പം ആത്മാവ് നമുക്ക് ഒരു അഷുറൻസ് തരണം. ആത്മാവ് പറയുന്നു, പുത്രത്വത്തിന്റെ ആത്മാവാണ്, നീ എന്റെ മകനാണെന്ന് ദൈവം പറയുന്ന ശബ്ദം നമ്മൾ കേട്ട് ആന്തരികമായി നമ്മൾ ഉറപ്പിക്കപ്പെടും. കർത്താവിന്റെ രക്ഷയിൽ അങ്ങനെ ഉറപ്പിക്കപ്പെടും. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ പക്കൽ സമാധാനവും സ്നേഹവും, അവന് വേണ്ടി അധ്വാനിക്കാൻ പറ്റുന്നതിൽ സന്തോഷവും, അവന് വേണ്ടി ജീവിക്കാൻ പറ്റുന്നതിൽ, കർത്താവിന്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നതിൽ അവനെ മഹത്വപ്പെടുത്താൻ എനിക്ക് പറ്റുന്ന ആരാധനയൊക്കെ എന്നിൽ നിന്നുണ്ടാകുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ. സാൽവേഷൻ ഈസ് എ റിലേഷൻഷിപ്പ്. അതാ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് പുത്രത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ, അപ്പാ അപ്പച്ചാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതെങ്ങനെ മനസ്സിലാക്കാം? അത് ഒരിടത്ത് ഏറ്റു പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല മനസ്സിലാകുന്നത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും
നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം എന്റെ ആത്മാവിൽ കേൾക്കുമ്പോൾ ഭയങ്കര ഉറപ്പിക്കലാണ്. ശരിക്കും ഒരു അരുളപ്പാട്, ഒരു പ്രവചനം കിട്ടുന്നേക്കാൾ ഉറപ്പിക്കലാണ് എന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്ന വചനങ്ങൾ നൽകുന്നത്. That internal assurance that we receive is much more superior than any vision or oracle or prophetic utterance. അതിനേക്കാൾ ഒക്കെ പവർഫുൾ ആണ് അകത്ത് ആത്മാവ് കൊടുത്തരുന്ന ഒരൊറ്റ അഷുറൻസ്, ആന്തരികമായി ഉറപ്പിക്കൽ, നീ എന്റെ പുത്രനാണ്. ആ പുത്രത്വമാണ് നമ്മൾ ഗമയോടെ സന്തോഷത്തോടെ കഷ്ടങ്ങളെ സഹിക്കാൻ നമ്മെ ശക്തീകരിക്കുന്നത്. ആ പുത്രത്വത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് 8ാം അധ്യായത്തിൽ സമയം കൊണ്ടെടുക്കും, സാരമില്ല. ഇനി അങ്ങോട്ട് വരുന്ന അധ്യായങ്ങളിൽ ഇത്രയും തിയോളജിക്കലി ഹെവി അല്ല. 7ഉം 8ഉം അധ്യായങ്ങളൊക്കെ തിയോളജിക്കലി വളരെ ഹെവിയാണ്. ആ ഹെവി അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അനാലിസിസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ നമ്മൾ ഇത്തിരി സ്ലോ ആയിട്ട് പോകും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മോട് സാക്ഷ്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് മാച്ച് കളിച്ചിട്ട് വേറൊരു കമ്പാരിസൺ നമ്മൾ ഇതിന്റെ ബാക്കി ഡെലിവറൻസ്, ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഡെലിവറൻസ് ഒബീഡിയൻസ് ബൈ ഫ്ലഷ്, ഇത് നമുക്കൊന്ന് വേറൊരു രീതിയിൽ നമുക്ക് ഒന്ന് കാണാം. ഓക്കെ, പുത്രന്മാരുടെ അവകാശങ്ങൾ. നാം മക്കളെങ്കിലോ അവകാശികൾ. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പെന്തക്കോസ്തിൽ കേട്ടിട്ടുള്ള പ്രസംഗത്തിൽ ഒരു പ്രധാനമായിട്ട് എന്നെ രസിപ്പിച്ചിട്ടുള്ള, അന്നത്തെ കാലത്ത് എന്നെ വഞ്ചിക്കുകയും പിന്നെ ഒരു തമാശയായിട്ട് കാണുകയും പിന്നെ ഒഫൻസ് ആയിട്ട് കാണുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വചനവും വാക്യവും പ്രോമിസും ഒക്കെ കോട്ട് ചെയ്ത് ഒരു അഡ്വക്കേറ്റ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ അപ്പനോട് കാര്യം പറയാൻ ഇത്രയും വളച്ചുകെട്ട് വേണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നും. എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയുന്ന എന്റെ അപ്പന്റെ പൂർണ്ണ അവകാശിയാണ് ഞാൻ. ഐ ഹാവ് എ ഫുൾ ഇൻഹെറിറ്റൻസ് ഓഫ് ഹിസ് അസറ്റ്സ്. നമുക്ക് നോക്കാം എന്താ ഈ അവകാശം, എന്താ നമ്മൾ അവകാശം പറഞ്ഞ് ബലം പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് എന്റെ വൈഫിനോട് എന്റെ അടുത്തുള്ള ഒരു അമ്മച്ചി പറഞ്ഞു, മോളെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, വിഷയം ദൈവം വിടുതൽ വരും. അപ്പൊ എന്റെ ഭാര്യ തിരിച്ചു പറഞ്ഞു, ദൈവം എന്നെ പിടിച്ചിരിക്കുന്നവർ എനിക്ക് തോന്നുന്നു, ഞാൻ എങ്ങനെ പിടിക്കാനാന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ശരിക്കും ദൈവത്തിന്റെ അടുത്ത് നമ്മൾ ഒന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് അറിയാം നമുക്ക് എന്താ വേണ്ടത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ബലമായിട്ട് കിടന്ന് കാഞ്ഞ് നിലവിളിച്ച് ബഹളം വെച്ച് ചോദിക്കും. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഇഷ്ടമില്ല. എന്ത് കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഇഷ്ടമാണ്, എന്ത് കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ല നമുക്ക് നോക്കാം. ഓക്കെ, മക്കളെങ്കിലോ, അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം മക്കളെങ്കിലും അവകാശികൾ. എന്തൊക്കെയാണ് നമുക്ക് അവകാശം നോക്കാം. 1, ദൈവത്തിന്റെ അവകാശികൾ. ദൈവത്തിന്റെ അവകാശികൾ, ഇതാണ് 1. 2, ക്രിസ്തുവിനുള്ള എല്ലാത്തിന്റെയും കൂട്ടവകാശം. ക്രിസ്തുവിനുള്ള എല്ലാറ്റിന്റെയും കൂട്ടവകാശം. ഈ ക്രിസ്തുവിനുള്ള എല്ലാറ്റിന്റെയും കൂട്ടവകാശം, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശികളും തന്നെ. അതാണ് വാക്യം. അപ്പൊ ദൈവത്തിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് അവസാനം കിട്ടുന്ന ദൈവത്തെയാണ്. നമുക്കൊരു ദൈവമുണ്ട്, നമ്മുടെ സ്വന്തം ആളാ, സ്വന്തം പിതാവാണ്. അങ്ങനെ ദൈവത്തെ നമുക്ക് കിട്ടുക, അതാണ് ദൈവത്തിന്റെ അവകാശം. ദൈവത്തിന്റെ അവകാശികളാണ് നമ്മൾ. വി ബിലോങ് ടു ഹിം, ഹി ഈസ് അവേഴ്സ്, അവൻ എന്റെയാണ്. ഇത് ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്താ നോക്കിയേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ക്രിസ്തുവിൽ, വി വെർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തു, അവനിൽ തെരഞ്ഞെടുത്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവന്റെ അവകാശിയാണ് നമ്മൾ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ അപ്പന്റെ സ്വത്തിന്റെ അവകാശിയാണ് ഞാൻ. പക്ഷെ ഞങ്ങൾ അവകാശം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും നാച്ചുറലി ഐ ആം എ ഹെയർ ടു ഹിസ് പ്രോപ്പർട്ടി. എന്തുകൊണ്ടാ? ഞാൻ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് എനിക്കത് അവകാശമുണ്ട്. എന്റെ വല്യപ്പന് സ്വത്തുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അവകാശി ഞാനായിരിക്കേണ്ടതാണ്. കാരണം ആ വല്യപ്പനിൽ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആദമിൽ ഞാൻ ഉണ്ടായിരുന്നോണ്ടാ എനിക്ക് ഇത്രയൊക്കെ അവകാശങ്ങൾ ഈ ഭൂമിയിൽ കിട്ടിയത്.
ശരീരം, പിന്നെ ഈ വല്ലാത്ത സ്വഭാവം, പിന്നെ മരണം. ഇതെല്ലാം വല്യപ്പൂപ്പൻ സമ്പാദിച്ചു തന്നതാണ് ആദം. അപ്പൊ ആദമിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ഇതിന്റെ എല്ലാ അവകാശികളായിട്ടാണ് സ്വാഭാവികമായിട്ട് ജനിക്കുന്നത്. തൂത്ത് കളഞ്ഞാൽ അവർ തൂത്ത് കളഞ്ഞാൽ പോകില്ല. എന്നാൽ നമുക്കുള്ള നല്ല വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദമിൽ നമ്മൾ ആകുന്നതിന് മുൻപേ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ ആദമിൽ നമുക്ക് എന്തൊക്കെയോ നശിച്ചു പോകുന്ന അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഓട്ടമായി ലോകത്ത്. പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാൽ അതിമഹത്തായ വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അവകാശികളാണ്. അപ്പൊ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ നമുക്ക് ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശം തരുന്നു. ശരിക്കും അവകാശം ക്രിസ്തുവിന്റെയാണ്. ഉദാഹരണത്തിന്, ഒരു വീട്ടിലെ 2 മക്കളുണ്ട്. ഈ 2 മക്കളിൽ ഒരു മകൻ അവകാശം കൊടുത്തു, അപ്പൻ കൊടുത്തിട്ട് രണ്ടാമത്തെ മകന് പറഞ്ഞെടാ, നിനക്ക് ഞാൻ എഴുതി തരൂല്ല, അതിന്റെ കാരണം നീ കള്ളു കുടിച്ച് നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ ഭാര്യയ്ക്കും നിനക്കും കൂടെ കൂട്ടവകാശം തരാം, അവളും കൂടെ അറിയാതെ നീ ഇത് വിൽക്കരുത്. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ധൂർത്തരായ പുത്രന്മാർക്ക് അപ്പന്മാർ അങ്ങനെയൊക്കെ കൊടുക്കും. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നിരിക്കട്ടെ, 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നിരിക്കട്ടെ. ആദ്യത്തെ മകൻ മിസ്റ്റർ എ 5 ഏക്കർ, രണ്ടാമത്തെ മകൻ മിസ്റ്റർ ബി 5 ഏക്കർ കൊടുത്തു. ഈ ആദ്യത്തെ മകൻ മിസ്റ്റർ എക്ക് രണ്ടാമത്തെ മകന് കൊടുത്ത മിസ്റ്റർ ബിയുടെ 5 ഏക്കറിൽ അവകാശമൊന്നുമില്ല. അത് അവർക്ക് വ്യക്തിപരമായി കിട്ടിയ അവകാശങ്ങളാണ്. അതിൽ വേറൊരാൾക്ക് പങ്കില്ല. എന്നാൽ ആദ്യത്തെ 5 ഏക്കറിൽ മിസ്റ്റർ എക്കും മിസിസ് എക്കും കൂട്ടവകാശമുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സെപ്പറേറ്റ് അവകാശങ്ങളല്ല, ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം കൂട്ടവകാശമാണ്. ആസ് ഹിസ് ബ്രൈഡ്. അപ്പൊ യേശു ക്രിസ്തുവിൽ ഞാൻ ഉള്ളത് കൊണ്ട് ഐ ബിലോങ് ടു ദ സെക്കൻഡ് ആഡം. അതുകൊണ്ട് സെക്കൻഡ് ആഡമിന്റെ, അതായത് ലാസ്റ്റ് ആഡമിന്റെ, ഒടുക്കത്തെ ആഡമിന്റെ എല്ലാ ബ്ലെസ്സിങ്സും എനിക്കുള്ളതാണ്. ബിക്കോസ് ഐ വാസ് എലക്റ്റഡ് ഇൻ ഹിം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ രണ്ടാമത്തെ ആദമിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഈ പറയുന്ന കൂട്ടവകാശം. അതെന്തൊക്കെയാണ്? ക്രിസ്തുവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാ? അവന്റെ വിശുദ്ധി, അവന്റെ തേജസ്, അവന്റെ വീട്, അവന്റെ പിതാവ്, അവന്റെ ആത്മാവ്, എല്ലാം എന്റെയും കൂടെ. അവനുള്ളതെല്ലാം എന്റെയാണ്. അവന്റെ സ്വഭാവം, അവന്റെ ആത്മാവ്, അവന്റെ തേജസ്, നമുക്ക് കിട്ടാൻ പോകുന്ന ഭവനം, അവന്റെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഇതെല്ലാം എനിക്ക് കർത്താവിന്റെ കൂടെ കൂട്ടവകാശം. ഇതാർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ നിലവിളിച്ച് കരഞ്ഞു ചോദിച്ചു നോക്കി ഈ കൂട്ടവകാശത്തിന് വേണ്ടി. കർത്താവിന് സന്തോഷമാണ്. ഇതെല്ലാം നമുക്ക് വളരെ സന്തോഷത്തോടെ തരുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കൂ, തേജസ്സിന് വേണ്ടി നിലവിളിക്കൂ, സ്വർഗഭവനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ, പിതാവിന്റെ മക്കളായിട്ട് ജീവിക്കാൻ, മക്കൾ എന്നുള്ള അവകാശം ഈ ലോകത്ത് അനുഭവിച്ച് അതിന്റെ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ, ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി മാറുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ അവകാശങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതാണ് നമ്മുടെ അവകാശം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാം, അപ്പൊ ഇവിടുത്തെ വീട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റില്ല ബ്രദറെ, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭാവി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവകാശം പറഞ്ഞല്ല, അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധനം തരുന്നത് അവകാശം വെച്ചിട്ടൊന്നുമല്ല. അത് ലോകത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ഒക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. കോമൺ ബ്ലെസ്സിങ്സിന്റെ ഭാഗമാണ്. ദൈവം അത് നമുക്ക് തരാം, തരികയില്ലെന്നൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നിലവിളിച്ച് നിൽക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, ജാഗരിക്കേണ്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഉയരത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യും. ഇത് അവന്റെ അവകാശം. ഇനി വലിയൊരു അവകാശമുണ്ട് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു അവകാശം. അടുത്ത വാക്യം, നാം മക്കളെങ്കിലും അവകാശികളും കൂട്ടവകാശികളും തന്നെ, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഏറ്റവും, ഞാൻ ഇതിന് ഇടയ്ക്ക് എഴുതി പോയെങ്കിലും ഇതിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഈ തേജസ്കരണം, വീട്. ഈ വീട്ടിൽ പോകുന്ന വലിയ കാര്യമല്ല, തേജസ്കരണമാണ് കാര്യം. അതിന്റെ കൂടെ ഉള്ളതാണ് ഈ വീടും. ബാക്കിയല്ല ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ തേജസ്കരണമാണ് റിയൽ ഇതിന്റെ ക്ലൈമാക്സ് ആയിട്ട് പൗലോസ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? നാം അവകാശികളാണ്. എന്തിന്റെ അവകാശികളാണ്? അവന്റെ ഗ്ലോറിയുടെ, അവന്റെ മഹത്വത്തിന്റെ അവകാശികളാണ്. അടുത്ത വാക്യം പറയാണ്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാണ്. അപ്പൊ എന്തിന്റെ അവകാശവും കൂടെ ഉണ്ട്? കഷ്ടത
അനുഭവിക്കാനുള്ള അവകാശം കൂടെ ഉണ്ട്. ഇത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും കിട്ടും. കഷ്ടത ചോദിച്ചു മേടിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. അതെങ്ങനെയാണ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം താഴോട്ട് 8-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്, നമ്മുടെ അവകാശമാണ്, ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ദൈവം തരുന്നതെന്നുള്ള കാര്യം, അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ള കാര്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. 18-ാം വാക്യം പറയാണ്. ഈ 18-ാം വാക്യം മുതൽ വേറൊരു ഡിസ്കഷൻ. അവകാശത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അവകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തേജസ്കരണം എന്ന വിഷയത്തിലേക്ക് വരും. അത് രക്ഷയുടെ ഫൈനൽ പോയിന്റ്, തേജസ്കരണം. ആ തേജസ്കരണം എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, തേജസ്കരണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഓക്കെ, അപ്പൊ കഷ്ടങ്ങൾ സാരമുണ്ടെന്ന് എണ്ണുന്നത് എന്തുകൊണ്ടാ? ഇന്നത്തെ കാലത്ത് കഷ്ടങ്ങളെ നമ്മൾ പെട്ടെന്ന് വലഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാ? അതിന് ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ തേജസ് വിചാരിച്ചില്ലെങ്കിലോ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമുള്ളതായിട്ട് എനിക്ക് എണ്ണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയണമെങ്കിൽ നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അങ്ങനെ പറയണമെങ്കിൽ എന്തോർക്കണം? നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ, അതായി വാക്യം. ഞൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം. ഈ സഫറിങ് പലതരത്തിൽ വരും. ചില ആൾക്കാർ പറയുന്നത് സുവിശേഷ വേലയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ തല്ലുന്ന, ഉപദ്രവിക്കുന്ന കഷ്ടത മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനല്ല ബൈബിൾ പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. 11-ാം വാക്യം ഞാൻ NIV വായിക്കാം. എൻ്റെ ഇപ്പൊ NIV കിട്ടിയത് അതുകൊണ്ട് NIV വായിക്കാണ്. To this very hour we go hungry and thirsty. ഞങ്ങൾ ഈ നാഴിക വരെ വിശന്നും ദാഹിച്ചു ഇരിക്കും. We are in rags. റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ ഈ കീറിയ കോട്ടൺ തുണിയാണ് റാഗ് എന്ന് പറയുന്നത്. കീറത്തുണി, പ്രോപ്പർ ഒരു വസ്ത്രം പോലും ഞങ്ങൾക്കില്ല. വി ആർ ബ്രൂട്ടലി ട്രീറ്റഡ്. ആൾക്കാർ ഞങ്ങളെ വളരെ നിന്ദയോടെ കാണുന്നു. അടുത്ത വാക്യം പറയാണ്, ആൻഡ് വി ആർ ഹോംലെസ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വാസസ്ഥലം പോലും ഇല്ല. പൗലോസിനാണ് ഇന്നത്തെ പ്രവാചകന്മാർ ചോദിച്ചേ, വിടുതലില്ല അല്ലയോ? ഇത്രയും നാളായിട്ട് ഉദ്ദേശിച്ച ഒരു വിടുതൽ വരുന്നില്ല. നിനക്കൊരു ഭവനം കർത്താവ് ഒരുക്കിയിരിക്കുന്നു പൗലോസിനോട് പറഞ്ഞേ. പൗലോസ് പറയാം, ഞങ്ങൾ ഇത് നിങ്ങളെ നാണിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, അഭിമാനത്തോടെ പറയുന്നതാണ്. എല്ലാ അർത്ഥത്തിലുള്ള ഞെരുക്കം വിശ്വാസികൾക്ക് ഉണ്ടാകും. കഷ്ടത എന്ന് പറയുന്നതിന് പ്രത്യേകമായൊരു പോയിന്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ജഡത്തിന്, ശരീരത്തിന് ഇഷ്ടമില്ലാത്ത ഏതവസ്ഥയും കഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കും, കഷ്ടതയും മരണവും രോഗവും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതല്ലായിരുന്നോ നല്ലത്? നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ദൈവം എന്തിനാ കഷ്ടത അയക്കുന്നത്? ഇപ്പൊ കൊറോണ, കർത്താവ് ഒരു വാക്ക് ഏൽപ്പിച്ച് അങ്ങ് മാറിക്കൊടുത്തത് എങ്ങനെ മാറുമെന്ന് പോലും അറിയത്തില്ല. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം വേണേ പറയാം. ഇന്ന് WHO ഒരു വാർത്ത ഞാൻ വായിച്ചത്, ഈ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഡെങ്കുപ്പനിക്ക് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, HIV ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഒത്തിരി വൈറൽ പനികൾക്ക് ഇനിയും വാക്സിൻ കണ്ടുപിടിക്കാനുണ്ട്. അത് 15-20 വർഷമായിട്ട് വാക്സിൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി അഥവാ കിട്ടിയിട്ടില്ലെന്നൊക്കെ വരാം. ഒന്ന് പേടിക്കാൻ വേണ്ടി പറഞ്ഞ പേടിക്കണ്ട. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ദൈവം എന്തിനു അനുവദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ കഷ്ടമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുമോ? ഇവിടെ മരണം ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമോ? ഒരുത്തനെ കൊന്നാലും കുഴപ്പമില്ല,
പണം തട്ടിച്ചെടുത്താലും കുഴപ്പമില്ല, പിന്നെ നമ്മൾ ന്യായാധിപ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണ്ട, മരണമേ ഇല്ല, ഇവിടെ തന്നെ ലക്ഷറി ആയിട്ട് ജീവിക്കാമെന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നന്നാവോ? നമ്മുടെ ഒറിജിനൽ പാപ സ്വഭാവം വെളി വരും. അതുകൊണ്ട് പാപം അതിക്രമിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ആയുസ്സിന് ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഷ്ടങ്ങൾ സാരമില്ല, നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായ നിത്യ തേജസ്സിന്റെ ഘനം നമുക്ക് ലഭിക്കുന്നതിന് കാരണമാണ്. ഇവിടെ പറയാണ്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ ഫ്യൂച്ചർ ഗ്ലോറി, നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല. ഇനി നമ്മൾ 3 ഞരക്കങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 3 ഗ്രോണിങ്സ്. ഇത് രക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട തേജസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട 3 ഞരക്കങ്ങൾ. ആരൊക്കെയാണ് ഞരങ്ങുന്നത് നമ്മുടെ രക്ഷയ്ക്കായിട്ട്? തേജസ്കരണത്തിനായിട്ട് ആരൊക്കെയാണ് ഞരങ്ങുന്നത്? 1 സൃഷ്ടി, മറ്റൊന്ന് നമ്മൾ, 3 പരിശുദ്ധാത്മാവ്. സൃഷ്ടി, നമ്മൾ, 3 ഗ്രോണിംഗ് ഉണ്ട്. ഓക്കെ, 22-ാം വാക്യത്തില് സൃഷ്ടി, 23-ാം വാക്യത്തില് നമ്മൾ, 26-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ്. 3 ഞരക്കങ്ങളാണ്. ഈ സൃഷ്ടിയുടെ ഞരക്കം എന്ന് പറയുന്ന ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. എന്തിനാണ് സൃഷ്ടി ഞരങ്ങുന്നതെന്നറിയാം? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോ നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ചാല്, ദൈവമക്കൾ ആരാന്ന് ഇങ്ങനെ വെളിപ്പെട്ട് വരാൻ വേണ്ടി മുഴുവൻ സൃഷ്ടിയും കാത്തിരിക്കുക. എല്ലാവരും ദൈവത്തെ അപ്പ 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 എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ ഒറിജിനൽ ദൈവമക്കൾ ആരാന്ന് ഇങ്ങനെ സൃഷ്ടി കാത്തിരിക്കുക. അതിന്റെ കാരണം അവരാണ് ഈ സൃഷ്ടി ഇനി ഭരിക്കേണ്ടത്. ഇപ്പൊ സൃഷ്ടി ആരുടെ കീഴിലാണെന്നറിയോ? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വം, എ സ്ലേവറി ടു ഡിസ്ട്രക്ഷൻ. അത് നമ്മള് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബോണ്ടേജ് ടു കറപ്ഷൻ. ഇത് ശാസ്ത്രീയമായിട്ടും വളരെ ശരിയാണ്. നിങ്ങൾക്കറിയാം, ശാസ്ത്രത്തിൽ ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിളിനെതിരെ മൂവ് ചെയ്തപ്പോഴാണ് പരിണാമ സിദ്ധാന്തമൊക്കെ ഉണ്ടായത്. ശരിക്കും എന്താണ് ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്വം? ബോണ്ടേജ് ടു കറപ്ഷൻ. അപ്പം ആ ബോണ്ടേജ് ടു കറപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഓൾറൈറ്റ്. എന്താണ് ബോണ്ടേജ് ടു കറപ്ഷൻ എന്ന് പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം തന്നെ നന്നായി വരുന്ന കണ്ടിട്ടുണ്ടോ? നശിച്ചു പോകുന്നതല്ലാതെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ആ മൊബൈൽ ഫോൺ നിങ്ങൾ കുറെ നാള് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നു. അതൊരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ മൊബൈൽ ഫോൺ എടുത്താൽ നന്നായി വരുമോ? കുറച്ച് ഉപയോഗിച്ചില്ലല്ലോ, നന്നായി വരുമോ? മോശമായി പോവോ? മോശമായി പോവുള്ളൂ. ലോകത്തിൽ എത്ര മനോഹരമായ സാധനം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അത് കാലക്രമത്തിൽ നശിച്ചു പോകുള്ളൂ. മനുഷ്യനായാലും മഹത്വമായാലും എന്ത് സൃഷ്ടിയായാലും. ഇന്നേ വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം തന്നെത്താൻ നന്നായി വരുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ സാധനത്തിന്റെയും മേൽ നശിച്ചു പോകും എന്ന ഒരു തത്വം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിയോട് പറയുക, ഓ നിന്നെ കാണാൻ എന്ത് രസോടാ, എടാ എല്ലാം നശിക്കും എഴുതി വെച്ചിരിക്കുക, നാളെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല, എന്റെ ദേഹത്തും നാശം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രകൃതിയിലുള്ള എന്തിനെ നോക്കിയ ട്വിൻ ടവേഴ്സ്, അതിനകത്ത് നാശം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല? ആരും കണ്ടില്ല. ബാബിലോൺ, അതിൽ നാശം എഴുതി വെച്ചിട്ടുണ്ട്, ആരും കാണുന്നില്ല.
വലിയ വലിയ കെട്ടിടങ്ങള് മഹത്വം കാണുമ്പോൾ അതിലെല്ലാം നാശം 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 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ല. യെരുശലേമിന്റെ പണി കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, എന്തൊരു പണി, എന്തൊരു മഹത്വം, എന്തൊരു നല്ല ചർച്ച്, ഇത്ര നല്ല ചർച്ച് നമുക്ക് പണിയാൻ ദൈവം കൃപ തന്നതിനായിട്ട് സ്തോത്രം. വേറൊരുത്തിനപ്പുറം നോക്കുമ്പോൾ അതിനകത്ത് കാണും നാശം, നശിച്ചു പോകും, എഴുതി വെച്ചിരിക്കും, ആരും കാണുന്നില്ല. ജോലി, വീട്, സമ്പത്ത്, വയലിലെ പുല്ലിന്റെ പൂ പോലെ വാടിപ്പോകുന്ന അതിനകത്ത് എല്ലാം നാശം 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 എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആരും കാണുന്നില്ല. എവറിത്തിങ് ഇൻ ദ വേൾഡ് ഈസ് സബ്ജക്ട് ടു കറപ്ഷൻ. ഇതിനെ ശരിക്കും ഫിസിക്സിലെ കെമിസ്ട്രി തെർമോഡൈനാമിക്സിൽ പറയുന്നത്, നിങ്ങൾ അങ്ങനെ നോർത്തില്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു പോകുന്ന എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻട്രോപ്പി എന്ന് പറയുന്ന തത്വം ഇതാ പറയുന്നത്, ലോകത്തിലുള്ള ഏത് വസ്തുവും അതിന്റെ എനർജി ലെവൽ കുറയ്ക്കാൻ വേണ്ടി, അത് എനർജി കൂടിയാൽ ഭയങ്കര പ്രശ്നമാണ്, എനർജി ലെവൽ കുറയ്ക്കാൻ വേണ്ടി തന്നെത്താൻ ഡിസോർഡറിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാല്, നിങ്ങൾ ഒരു ഇഷ്ടികയുടെ മുകളിൽ വേറൊരു ഇഷ്ടിക വയ്ക്കുക, അതിന് മുകളിൽ വേറൊരു ഇഷ്ടിക വയ്ക്കുക, അങ്ങനെ ഒരു 50 ഇഷ്ടിക സിമെന്റ് ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച് നോക്കി. ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആ ഇഷ്ടികയോട് ചോദിച്ചത്, നിന്റെ ആഗ്രഹം എന്താ മോനെ എന്ന് ചോദിച്ചു. എന്ത് പറയുന്നറിയോ? എങ്ങനെയെങ്കിലും എനിക്ക് നിലത്തൊന്നും ഒന്ന് വീണാ മതി എന്ന് പറയുള്ളൂ. അതിന് ഓർഡർ ഇഷ്ടമല്ല. അത് ഓർഡറിൽ അവിടെ ഇരുത്തണമെങ്കിൽ ആവശ്യത്തിന് സിമെന്റും ചാന്തും ഒക്കെ ഇട്ട് ഉറപ്പിച്ച് അവിടെ ഇരുത്തിയായിരിക്കും. അതിന് എനർജി കൊടുക്കണം, ഇല്ലെങ്കിൽ താഴെ വീഴും. അപ്പൊ മുകളിൽ ഇരിക്കുന്ന സാധനത്തിന് ഭയങ്കര എനർജിയാ, പൊട്ടൻഷ്യൽ എനർജി, അത് താഴോട്ട് വീഴാനുള്ള അങ്ങനെ ഇരിക്കുക. അപ്പൊ സുസ്ഥിരത വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് താഴെ വീണ് നശിക്കണം. ഇത് ഹിന്ദു ഫിലോസഫി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ കറപ്ഷൻ, ബോണ്ടേജ് ടു കറപ്ഷൻ എന്ന് പറയുന്നത്, ഈ നാശത്തിന്റെ തത്വം പറയുന്നതിന് വരെ ഹിന്ദുക്കൾ ഭയങ്കര മിടുക്കരാണ്. അവരുടെ ഫിലോസഫി ഭയങ്കര എക്സ്പെർട്ട്. രക്ഷയുടെ കാര്യം പറയുമ്പോ ഇല്ല. നാശത്തിന്റെ കാര്യം പറയുമ്പോൾ അവരെന്താ പറയുന്നത്? എല്ലാ സൃഷ്ടിയുടെയും പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞ് ഈ മണ്ണിനോട് പഞ്ചഭൂതങ്ങൾ, അവരുടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കല്ലിനോടും മണ്ണിനോടും ലയിച്ച് ഒന്നുമില്ലാതെ, എക്സിസ്റ്റൻസ് ഇല്ലാതെ, എനർജി ഇല്ലാതെ അങ്ങ് ഇല്ലാതായി പോകണം. എനർജി ഇല്ലാതായി പോകില്ല, അതിവിടെ അങ്ങ് ഈ പ്രകൃതിയോട് അലിഞ്ഞങ്ങ് ചേരണം. അതാണ് അവർ പറയുന്നത്. അപ്പൊ ലോകത്തുള്ള എല്ലാ വസ്തുവിന്റെ, പ്രകൃതിയുടെ മൊത്തം ഒരു തത്വമാണ് നശിച്ചു പോവുക എന്നൊരു പ്രമാണം. അതെല്ലാറ്റിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനെ ഈ കാണുന്നതെല്ലാം താൽക്കാലികം. ബിക്കോസ് ദർ ഇസ് എ സ്റ്റാമ്പ് ഓഫ് കറപ്ഷൻ. ബോണ്ടേജ് ടു കറപ്ഷൻ ഇസ് ദയർ ഇൻ എവറിത്തിങ്. നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്നത് ഒരു ആയുസുമില്ല. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന് കെട്ടി വായിലെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഈ സൗന്ദര്യം കൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാകും. ടെമ്പറൽ. നമ്മുടെ സെൻസസ് ഇന്ദ്രിയങ്ങൾ നമ്മളെ വഞ്ചിക്കുന്നത് ഒരു ടെമ്പററി ലോകത്തിന്റെ മഹത്വം കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന്റെ അടിമകളായി നമ്മൾ പോയാൽ അത് നശിക്കുന്നതിന്റെ കൂടെ നമ്മളും നശിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ ടെമ്പററി കാര്യങ്ങളിൽ ആശ്രയിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ അടിമയാണ് നമ്മളെന്ന്. നമ്മൾ വിചാരിക്കും നമ്മൾ അതിനെ ഇങ്ങനെ ഉപയോഗിക്കുന്ന പണം, ഫോർ എക്സാമ്പിൾ. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പണം എനിക്കുണ്ട്, പക്ഷെ പണം എന്ന് പറയുന്നത് എനിക്കൊരു ദാസനെ പോലെയാണ്, ഞാനതിങ്ങനെ ഈസി ആയിട്ട് എടുത്ത് പ്രയോഗിക്കാന്ന് ആൾക്കാർ വിചാരിച്ചിരിക്കും. അങ്ങനെയൊന്നും അല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പട്ടാളക്കാരൻ വേറൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിന് പോവാം. അപ്പൊ ഒരു യുദ്ധം ഇങ്ങനെ മുറുകി കുറെ ആയി കഴിഞ്ഞപ്പോൾ ഒതുങ്ങി. അപ്പൊ ഒരു പട്ടാളക്കാരൻ അവന്റെ കമാൻഡറെ വിളിച്ചിട്ട് പറയാണ്, സാർ, ഞാൻ അടുത്ത രാജ്യത്തിലെ ഒരു പട്ടാളക്കാരനെ തടവുകാരനായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര അച്ചീവ്മെന്റാ. കൊന്നു കളയുന്നതിനേക്കാൾ അച്ചീവ്മെന്റ് ആണ് ഒരു പട്ടാളക്കാരനെ ജീവനോടെ പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരാന്ന് പറയുന്നത്. അപ്പൊ ഇവന്റെ കമാൻഡറിന് ഭയങ്കര സന്തോഷമായി. കമാൻഡർ പറഞ്ഞു, മിടുക്കൻ, വെരി ഗുഡ്, നീ അവനെ പിടിച്ചോണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിച്ചു കമാൻഡർ വിളിച്ചു, എന്താടാ? സാർ, അവൻ എന്റെ കൂടെ വരുന്നില്ല സാർ. അപ്പൊ കമാൻഡർ പറഞ്ഞു, എന്നാ പോട്ടെ, നീ അവനെ വിട്ടിട്ട് നീ ഇങ്ങ് വാന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഫോൺ വിളിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നാടാ? അവൻ എന്നെ വിടുന്നുമില്ല സാർ. അപ്പൊ ആരെ പിടിച്ചേക്കുന്നേ? അവനെയല്ല, അവൻ ഇവനെയാ പിടിച്ചേക്കുന്നത്. ഈ ലോകത്തിന്റെ നമ്മൾ വിടുതൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പണമൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ബ്രദർ, ഞാനത് വെറും നിസ്സാരമായിട്ട് കാണുന്നു, ചുമ്മാതാ. അങ്ങനെയൊന്നും ഈ ദ്രവത്വത്തിന്റെ സ്റ്റാമ്പുള്ള ഒരു സാധനവും നിങ്ങളെ അങ്ങനെ വിടുകയല്ല. അത് നിങ്ങളെ അത് ആരെല്ലാം അതിനെ കെട്ടിപ്പിടിക്കുന്നോ അതിനെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഈ സൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, നമ്മുടെ കൺട്രോളിൽ ഇവന്മാരെല്ലാം, നമ്മളും നശിക്കും അവന്മാരും നശിക്കും. ഇത് ആരാണോ ദൈവമക്കള്, ഇതിലൊന്നും വീഴാത്തവര്,
നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നവര്, നമ്മളെ ഭരിക്കാൻ പറ്റുന്നവര്. അപ്പൊ പറയട്ടെ, ഇതിനകത്ത് കുറെ അവന്മാരുണ്ട്, പൈസക്ക് വീഴാത്തവന്മാരും, ലോകത്തിന്റെ മുഖത്ത് നോക്കാതെ കർത്താവ് വരണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കുറെ അവന്മാരുണ്ട്. അവന്മാരായിരിക്കും ദൈവമക്കളും. അവരിനി ആ തേജസ്സിൽ വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ ഈ നശിക്കുന്ന അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടി നിലവിളിക്കുന്നത്. അപ്പൊ അവരെ ഭരിക്കേണ്ട നമ്മൾ അവരുടെ ദാസനായി പോവാ. ഇപ്പൊ പൈസ, ഫോർ എക്സാമ്പിൾ മാമൻ, പലപ്പോഴും ആൾക്കാർ, വിശ്വാസികൾ ക്ലെയിം ചെയ്യുന്ന എനിക്കിത് വലിയ കാര്യമല്ല, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ കാണുന്നു എന്നുള്ള കാര്യം. ഞാൻ ഇത് പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനിങ്ങനെ കാണുന്നത്. പക്ഷെ അപ്പോഴെല്ലാം കർത്താവ് ഒരു പരീക്ഷണം വെച്ചിട്ട് പറയാം, മോനെ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കോ. കാരണം ഇത് നീ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ക്യാൻ ഡിസീവ് യു. ഇപ്പൊ പണം നമ്മളോട് പറയുവാണ്, നീ അമേരിക്കയ്ക്ക് പോരെ. ഓക്കെ മാമോൻ, ഐ എം കമ്മിങ്. ഉടനെ ബാഗ് കെട്ടി അടുത്ത് പറയാണ്, ഇതിനേക്കാൾ നല്ല ജോലി ഞാൻ UK തരാം, അങ്ങോട്ട് പോക്കോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ മാമോൻ ഇവിടെ വാ എന്ന് പറഞ്ഞാൽ നമ്മൾ വരും, ഓടാ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും. പക്ഷെ അതേ അധികാരം തിരിച്ചുണ്ടോ? മാമോൻ, നോ, ഐ ഡോണ്ട് വാണ്ട്, ഗോ എവേ എന്ന് പറയാൻ പറ്റുമോ? അതാണ് അധികാരം. അപ്പൊ മനസ്സിലാവും ആർക്കാണ് അധികാരം. ഹൂ ഈസ് ഇൻ കമാൻഡ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ എല്ലാ അവസ്ഥ ഒരു പക്ഷെ പരിതാപകരമായിരിക്കാം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം ഉണ്ടാവണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ടു എസ്കേപ്പ് ഫ്രം ദ കറപ്ഷൻസ് ഓഫ് ദിസ് വേൾഡ്. ആ സൃഷ്ടി ഞരങ്ങുന്ന അത്രയെങ്കിലും നമ്മൾ ഞരങ്ങും. അങ്ങനെ ഞരങ്ങാൻ വേണ്ടി നമുക്ക് ആ ഞരക്കം തോന്നുന്നില്ല. 22-ാം വാക്യം പറയുന്നത്, the whole creation is groaning. സൃഷ്ടി മുഴുവൻ നശിച്ചു പോകും. ഇപ്പൊ ഇത് നശിക്കും, ഈ പണവും നശിക്കും. ലോകത്തിലെ വമ്പൻ സിവിലൈസേഷൻസ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്, ഒന്നും നിലനിന്നിട്ടില്ല. നമ്മുടെ ഈ ലോകത്തിലെ കാണാവുന്ന ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരു 500 വർഷം മുമ്പ് നമ്മളെ പോലെ എത്ര എണ്ണം ജീവിച്ചിരുന്നു? അവരെല്ലാം വിചാരിച്ചു ഞങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾക്കാരാണ്. അവിടെ അസ്ഥികൂടങ്ങൾ പോലും ഒന്നുമില്ല. The age is a great leveler. അതെല്ലാത്തിനും ഇടിച്ച് നിരപ്പാക്കും. CSAക്കാരുടെ ഒരു പാട്ടുണ്ട്, കാലം തന്റെ മക്കളെ നിത്യത പൂവിപ്പിക്കുന്നു. അത് ഭയങ്കര രസമാണ്. ഇന്നയോളം തുണച്ചാണ് എന്നുള്ളൊരു പാട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ പഴയകാലത്തെ ഇംഗ്ലീഷ് ഹിംസ് ഒക്കെ CSAക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പഴയകാലത്തെ ഈ ഇംഗ്ലീഷ് ഹിംസ് അത് നിങ്ങൾ പാടണ്ട, അവർ പാടുന്ന പോലെ പാടാൻ ഇത്തിരി പാടാം. പക്ഷെ നമുക്കത് വായിച്ചു നോക്കാം, നല്ലതാണ്, വളരെ മെഡിറ്റേറ്റീവ് അത്. അന്നത്തെ ആ പാട്ടുകൾ മാത്രമല്ല, നമ്മുടെ പെൻഡക്കോസ്റ്റിലൊക്കെയുള്ള ആദ്യകാലത്തെ പാട്ടുകൾ, വീണ്ടും ജനന അനുഭവത്തെ കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ ചുമ്മാ പാടുമൊന്നും വേണ്ട, അത് വെറുതെ ഒന്ന് വായിച്ചാൽ മതി, എന്നിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ മതി. വെരി റിച്ച്. ഓക്കെ, അപ്പൊ ആ ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ വേണം. ഇത് എന്നെ നിയന്ത്രിക്കരുത്. ഫെയിം, ആൾക്കാർ പുകഴ്ത്തപ്പെടണം, എന്നെ നിയന്ത്രിക്കരുത്. ഞാൻ വിചാരിക്കും എനിക്ക് അതിനൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ഉള്ളിൽ ഉണ്ടാവും. Because this world is like that. I need to groan and groan and groan and escape from that. അതിൽ നിന്ന് ഞാൻ സർവ്വശക്തിയും എടുത്ത് എന്റെ അവയവങ്ങളെ, അതിനോട് എന്നെ കണക്ട് ചെയ്യുന്ന എന്റെ പാപത്തിന്റെ പഴയ മനുഷ്യന്റെ അവയവങ്ങളെ ഞാൻ മരിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുമ്പോ എന്റെ ബലഹീനതകളും, എന്റെ ചർച്ചില് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളും ബലഹീനതകളും, ഞാൻ വീണുപോകുന്ന കാര്യങ്ങളും തോറ്റുപോയ കാര്യങ്ങളും എല്ലാം ഞാൻ നാണമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് എന്റെ സഹോദരങ്ങൾ എന്നെ ചോദിക്കുക, എന്തിനാ ഇത്രയൊക്കെ തുറന്നു പറയുന്നത്? ബഹുമാനം പോകത്തില്ലേ? ഞാൻ പറയാം, അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഏതാണ്ട് സൂപ്പർമാൻ ആണെന്ന് ഇവർ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ അവർ എന്റെ പുറകെ നടന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നം. സോ ഹൂ ആം ഐ? ഞാൻ ഇത്രയേ ഉള്ളൂ. എന്റെ ഉള്ളിലെ ഞരക്കം കർത്താവിനെ പോലെ ആകാനാണ്. ആ ഞരക്കത്തിൽ കർത്താവ് എന്നെ അവന്റെ മകനായിട്ട് അപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ഗ്രോയിങ് ഇൻ ഹിം. അതുപോലെ നിങ്ങളും വളർന്നേ പറ്റൂ. നമ്മളെല്ലാം ക്രിസ്തുവിനെ പോലെ നിന്നേ പറ്റൂ. ബലഹീനതകളിലേക്ക് നോക്കരുത്, മുൻപോട്ട് ഓടണം. ഡോണ്ട് കൺസിഡർ യു ഹാവ് വൺ ദ വാർ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് വി ഹാവ് വിക്ടറി ബിക്കോസ് ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി വൺ ഇറ്റ്. പക്ഷെ നമ്മൾ ആ ഓട്ടത്തിലൂടെ ആ ജീവൻ അനുഭവിക്കാൻ, വിക്ടറി അനുഭവിക്കാൻ വേണ്ടി ഓടുകയാണ്. വി ആർ സ്റ്റിൽ റണ്ണിങ് ടു ഫിനിഷ് ദാറ്റ് റേസ്. ഓക്കെ, ഇനി നമ്മുടെ ഞരക്കമാണ് 23-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് ഈ ലോകത്തെ കണ്ടിട്ട് ഞരക്കമൊന്നും തോന്നില്ല. നമുക്ക് ഇതിന്റെ ഒരു വീതം കിട്ടാൻ എന്താ വഴി എന്നാ തോന്നുന്നത്? അതാണ് നാച്ചുറൽ മാൻ. ഓക്കെ, നാച്ചുറൽ മാൻ ഈസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ ദ എർത്തിലി തിങ്സ്. അപ്പൊ അവൻ എപ്പോഴും ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഈ സൃഷ്ടിയുടെ ഞരക്കം നമ്മൾ കണ്ടു. അപ്പൊ ആ സൃഷ്ടി ഞരങ്ങുന്ന ആ ഞരക്കം നമുക്കില്ല. എന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സൃഷ്ടിയോട് ഒരു അട്രാക്ഷനായി, നശിച്ചു പോകുന്ന സാധനങ്ങളോടുള്ള ഒരു അട്രാക്ഷനാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു തേജസ്കരണത്തിന് വേണ്ടിയുള്ള ഞരക്കം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയോ? 23-ാം വാക്യം,
ഈ 23-ാം വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. റോമാലേഖനം മുഴുവൻ നിങ്ങൾ പഠിച്ചതിന് തുല്യമാണ്. 23-ാം വാക്യം എന്താ പറയുന്നത്? ഓക്കെ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിന്റെ ആദ്യദാനം. എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യദാനം? വിശ്വാസികൾക്കെല്ലാം ആദ്യദാനം ലഭിച്ചിട്ടുണ്ടോ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം എല്ലാവരും നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഞരക്കം ഉള്ളിലാണ്. എന്തിനു വേണ്ടി കാത്തിരിക്കുക? നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പ്രോബ്ലം എന്താ? നമുക്ക് എന്താ പെർഫെക്റ്റ് ലൈഫ് ജീവിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ശരീരം പ്രശ്നം. ഓർമ്മയുണ്ടോ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിലെ വികാരങ്ങളാണ് നമ്മുടെ അടിമകളാക്കുന്നത്. ഓർമ്മയുണ്ടോ? അപ്പൊ ആത്മാവ് നമ്മുടെ പ്രാണനെ വിശദീകരിക്കുമ്പം നമ്മുടെ ഉള്ളിലൊരു ഞരക്കം ഉണ്ടാവുക, കർത്താവ് എന്റെ ശരീരം ഇങ്ങനെയാണല്ലോ. എന്നാണ് ഞാൻ തേജസ്സുള്ള ഒരു ശരീരവുമായിട്ട്, ഈ ആത്മാവുമായിട്ട് എഗ്രി ചെയ്യുന്ന ഒരു ശരീരവുമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന, പാപം തൊടാത്ത, ആ വികാരം ഉണ്ടാകാത്ത ഒരവസ്ഥയിൽ ഞാൻ എന്ന് വരും കർത്താവേ എന്നുള്ളൊരു ഞരക്കം ഈ ആത്മാവ് എന്റെ ഉള്ളിൽ തരുക. അത് എന്തിനു വേണ്ടിയുള്ള ഞരക്കമാണെന്നറിയോ? ഈ ശരീരം വീണ്ടെടുക്കപ്പെടുന്നതിനുള്ള ഞരക്കം, രക്ഷ പൂർത്തിയാകാനുള്ള ഞരക്കം. ഈ ഞരക്കം എന്നുള്ള വാക്കിന് ഞാനൊരു എക്സ്പ്ലനേഷൻ പറയാം. എന്താണ് ഞരക്കം? ഈ പ്രസംഗം ഇന്ത്യൻ സമയം 10 മണിക്ക് അല്ലെ 10:05 എന്ന് പറഞ്ഞാല് ദുബായ് ടൈം ഒരു 8:30 അല്ലെ 8:30 തീരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിതൊരു 10:30 ആയിട്ട് നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ചില പാസ്റ്റർമാര് സമയമാവാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു പോയിന്റ് കൂടെ, ഒരു വാക്യം കൂടെ എന്ന് പറഞ്ഞ് അതൊരു 3/4 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ്, ഇതെപ്പോ തീരും എന്റെ കർത്താവ്യം തോന്നുന്ന ഞരക്കം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബോറൻ ക്ലാസ്സിൽ പോയി പിള്ളേർ ഇരുന്ന് മണിയും അടിക്കുന്നില്ല, ഇത് എന്ത് സംഭവിച്ചത്, എത്ര നേരം ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് കാടും വീടും കളിക്കുക, പൂജ്യം വെട്ടി കളിക്കുക. പഴയ കാലത്ത്, ഇന്നത്തെ കാലത്ത് ടിക് ടാക് ടോയോ എന്തൊക്കെയാണ് കളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഞരക്കമുണ്ട്. ഇത് എപ്പോ സംഭവിക്കും? വീട്ടിലോട്ട് ഫ്രൈഡേ ഈവനിങ്ങോടെ ആണെങ്കിൽ പറയാനും ഇല്ല. നമ്മുടെ നാട്ടില് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയ ഹോളിഡേയ്സ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടം ഉണ്ടല്ലോ, ആ ഞരക്കമാണ്. എന്തിനു വേണ്ടിയുള്ള ഞരക്ക? ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലേ നമ്മളെല്ലാരും ഇരിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മൾ പൈസ ഇല്ലാതെ ഞരങ്ങുന്നുണ്ട്, രോഗം വന്ന് ഞരങ്ങുന്നുണ്ട്, കഷ്ടതകളാൽ ഞരങ്ങുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും യേശുവിനെ പോലെ ആകാൻ വേണ്ടി ഒന്ന് ഞരങ്ങിയിട്ടുണ്ടോ? നിലവിളിച്ചിട്ടുണ്ടോ? അയ്യോ കർത്താവേ, ഞാൻ എന്ന് നിന്നെ പോലെ. പണ്ട് ഭയങ്കര ഞരക്കമായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, അത് ശരിക്കും വളർന്നിട്ടാ അവർ പാടിയത്, അല്ല ഇന്നത്തെ പോലെ വർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പാടിയ പാട്ടല്ല. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കൺകൾ കൊതിച്ചിടുന്നേ. അന്നങ്ങനെ കൊതി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പാട്ടുണ്ടാക്കുന്ന അങ്ങനെ കൊതി ഉണ്ടായിട്ടല്ല, ആ നല്ലൊരു വർഷിപ്പ് സോങ് എഴുതി ആൾക്കാരെ പിമ്പിരി കയറ്റാൻ വേണ്ടി ഇരുന്ന് പാട്ട് എഴുതുന്നത്. അന്നത്തെ കാലത്ത് ഭക്തന്മാർ എഴുതിക്കൊണ്ടിരുന്നത് ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന വർഷിപ്പ് ലീഡേഴ്സാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ആ വ്യത്യാസം പാട്ടിലുണ്ട്. പണ്ടത്തെ കാലത്ത് ഏത് പാട്ട് എഴുതിയാലും അതിന്റെ അവസാനത്തെ സ്റ്റാൻസ് ഈ ഞരക്കമായിരിക്കും. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, എല്ലാ പാട്ടും ഏത് പാട്ട് പാടിയാലും അതിന്റെ അവസാനത്തെ ഒരു സ്റ്റാൻസ എങ്കിലും വരാനുള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടി. ഇന്നത്തെ കാലത്ത് വീണ്ടെടുപ്പ് എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല, അങ്ങനെ ഒരു ഞരക്കവും ഇല്ല. എന്തുകൊണ്ടാണ് ദൈവം കഷ്ടങ്ങൾ അയക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. അയക്കാതെ എന്ത് ചെയ്യും കർത്താവ്? ഇപ്പോഴെങ്കിലും ആൾക്കാർ ചിന്തിക്കണ്ടേ, ഈ ലോകം നശിച്ചു പോകുന്ന മുകളിലോട്ട് നോക്കും, ഇത് നശിച്ചു പോകും, ദ്രവിക്കും, ഇല്ലാതാവും. മുകളിലൊരു തേജസ് ഉണ്ട്, അങ്ങോട്ട് നോക്കണം.
ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ഞരങ്ങിക്കൊണ്ടിരിക്കണം. നമുക്ക് തോന്നണ്ടേ? അടുത്ത വാക്യം പറയാണ്, ഇംഗ്ലീഷിലാകുമ്പോൾ ഇങ്ങനെയുണ്ട്, ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ് വി ആർ സേവ്ഡ്. ഈ പ്രത്യാശയല്ലോ. ഈ എന്നുള്ളത് മലയാളത്തിൽ ഇല്ല, പക്ഷെ വേറെ എല്ലാ ഭാഷയിലും ഉണ്ട്. തമിഴിൽ ഇന്ത നമ്മക്കം, ഹിന്ദിയിൽ ഇസ് ആശ. അപ്പൊ ശരിക്കും പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തോ? ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ രക്ഷിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? എന്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ട് ഞാൻ തേജസ്സോടെ കർത്താവിന്റെ മുമ്പിൽ ആണ് പ്രത്യാശ. അതിനു വേണ്ടിയുള്ള ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം എന്താകുന്നതിൽ വെളിപ്പെട്ടിട്ടില്ല. ഒരു കാര്യം നാം അറിയുന്നു, നാം അവനെ കാണുമ്പോൾ അവൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകയാൽ, വാക്യത്തിൽ വ്യത്യാസം ഞാൻ പറഞ്ഞ, ഇരിക്കുന്ന പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. അപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്തുവിന്റെ തേജസ്സോടെയുള്ള രൂപാന്തരം, ശരീരത്തിന്റെ രൂപാന്തരം, കർത്താവിന്റെ വരവിൽ ഉണ്ടാകുന്ന തേജസ്കരണത്തിന് വേണ്ടിയുള്ള തിടുക്കത്തോടെ, ഞരക്കത്തോടെ, വെപ്രാളത്തോടെയുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾക്ക് പക്ഷേ മുതിർന്ന വിശ്വാസികൾക്ക്, പഴയ വിശ്വാസികൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, പണ്ടത്തെ കാലത്തെ അപ്പൂപ്പന്മാരൊക്കെ കർത്താവ് വരാറായി കേട്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചൻ സെൻട്രൽ ഗവൺമെന്റ് അവാർഡൊക്കെ മേടിച്ചിട്ട്, ബെസ്റ്റ് ടീച്ചർ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒത്തിരി നാളെ റിട്ടയർ ചെയ്ത് 10 വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 2001 1998. പിന്നെ 20 വർഷം പുള്ളിയെ കുറിച്ച് ഒരു വിവരമില്ല, കാരണം മൊബൈലൊന്നും അന്നില്ല, എതിരെ പോയിന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ 2017 പുള്ളി അദ്ദേഹത്തെ പിന്നെയും കണ്ടു. 88 വയസ്സ്. ഞങ്ങൾ വളരെ കൂട്ടായിരുന്നു ചെറുപ്പത്തില്. അദ്ദേഹത്തിന് 2 വസ്ത്രങ്ങളേ ഉള്ളൂ. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഗവൺമെന്റിന്റെ അവാർഡ്, സെൻട്രൽ ഗവൺമെന്റ് ബെസ്റ്റ് ടീച്ചർ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ഗാന്ധിയുടെ കൂടെ ചെറുപ്പത്തിൽ, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, അവരുടെ ഗാന്ധിജി ഉള്ള സമയത്ത് വാർദ്ധ ആശ്രമത്തില് ചർക്ക നോക്കാൻ പോയിട്ടുള്ള ആളാണ്. ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഇരുന്ന പണി ചെയ്തിട്ടുണ്ട്. വെൽ റിനോൺഡ് മാൻ, വെൽ റെസ്പെക്റ്റഡ്. പക്ഷെ 2 ഡ്രസ്, ഒരു വെള്ള ഷർട്ട്, ഒരു വെള്ള ഡ്രസ്സ്, വേറൊരു വെള്ള ഡ്രസ്സ്, ഒരു ജുബ്ബ, ഒരു മുണ്ട്, അങ്ങനെ ആക്സസറീസ്, അത് മാത്രം. ഒന്ന് അലക്കിയിടും, അടുത്ത് വിടും. 88-ാം വയസ്സിൽ ഞാൻ കണ്ടുമുട്ടുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ അപ്പച്ച? മോനെ എന്തായി പറയുന്നത്? കഴിഞ്ഞ 20 വർഷമായിട്ട് മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു ദിവസം പോലും. 20 long years. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് 2 ആഴ്ച താമസിച്ചു എറണാകുളത്ത്. അപ്പം വളരെ കയ്യിലൊക്കെ വിറയലാണ്, ഈ പാർക്കിൻസൺസ്. കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കും. അപ്പൊ അത് വിറച്ച് നിന്ന് തന്നെ തുണി അലക്കും. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, അപ്പച്ചാ ഞാൻ അലക്കിത്തരാം. മോളെ, ഞാൻ തന്നെ അലക്കുന്നത് എന്തിനാണെന്നറിയോ? ദൈവം എനിക്ക് ഇത്ര ആരോഗ്യം തന്നില്ലേ മോളെ ഈ പ്രായത്തില്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ആരാധനയാണ് ഈ അലക്ക്. ഞാൻ കർത്താവിനോട് പറയാം, കർത്താവ് നീ എനിക്ക് ആരോഗ്യം തന്നതിനായിട്ട് സ്തോത്രം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അലക്കുന്നത്. അത് മോൾക്ക് എങ്ങനെ ഞാൻ തരാൻ പറ്റും? അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോയി. ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ഒരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഫോൺ ചെയ്തു. 3 മിസ്ഡ് കോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ പുള്ളി 3 മിസ്ഡ് കോൾ അങ്ങനെ ചെയ്യാറില്ല, ഒന്ന് വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു വിളിക്കും. 3 മിസ്ഡ് കോൾ ആയപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ പുള്ളി തിരിച്ചു വിളിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, മോൻ എന്നാ എന്റെ വീട്ടിലോട്ടൊന്ന് വരുന്നേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വരാം അപ്പച്ച. അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച വരാം. ഓക്കെ മോനെ എന്ന് പറഞ്ഞു വെച്ചു. തിങ്കളാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് എനിക്ക് കുറെ ഗസ്റ്റുകൾ വന്നു. അപ്പച്ചനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ചൊവ്വാഴ്ച രാവിലെ ഞാൻ പോകാൻ റെഡിയായപ്പം ഫോൺ ചെയ്യാൻ, ഞാൻ വരുമോ അപ്പച്ച എന്ന് പറയാൻ വേണ്ടി ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഫോൺ റിങ് ചെയ്തു. ലാൻഡ് ലൈൻ റിങ് ചെയ്തു. അദ്ദേഹത്തിന്റെ മരുമാൻ എടുത്ത്, അപ്പച്ചൻ ഇന്നലെ രാത്രി മരിച്ചു പോയിട്ടോ. പകല് മുഴുവൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു, ചേസ്മോൻ വരുമോ ചോദിച്ചോണ്ടിരുന്നു. വിളിക്കാൻ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. പുള്ളിക്ക് ആ ഫോണിൽ നിന്ന് വിളിക്കാൻ അറിയത്തില്ല. മറ്റാർക്കും എന്റെ നമ്പർ പറയും. അവരങ്ങനെ ശ്രദ്ധിച്ചില്ല, എന്നെ വിളിക്കണം തോന്നിയില്ല. കാരണം വരുമോ എന്ന് ചോദിച്ചപ്പോ അവർ മരിക്കാൻ പോകുന്ന അവർക്ക് അറിയത്തില്ല. പിറ്റേ ദിവസം അവർ പറയാണ്, തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ കുളിച്ച്
റെഡിയായി, തുണിയെല്ലാം അലക്കി തന്നെ വിരിച്ചു. വൈകിട്ട് വരെ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. പുള്ളിയിൽ ഒരു ബൈബിൾ, ഒരു തുണിസഞ്ചിയും 2 ഡയറിയൊക്കെ ഉള്ളു. വൈകിട്ട് 8 മണിയായപ്പം പിള്ളേരെല്ലാം വിളിച്ചിരുത്തി പാട്ട് പാടി പ്രാർത്ഥിച്ചു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നുള്ള പാട്ട് പാടി. പിള്ളേർ പാടിയപ്പോൾ ശരിയായില്ല. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, മോനെ അപ്പച്ചൻ പാടിക്കോളാം, മക്കളെ കേട്ടോളാം പറഞ്ഞ് അപ്പച്ചൻ മുഴുവൻ പാടി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് അപ്പച്ചൻ മരിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ പിള്ളേരുടെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് അപ്പച്ചന്റെ വീട് കണ്ടു കേട്ടോ, അപ്പച്ചൻ ഇന്ന് അങ്ങ് പോവും എന്ന് പറഞ്ഞു. രാവിലെ എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു, എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് സൂചനകളിലൂടെ അത് മനസ്സിലായി എന്താണ് എന്നോട് പറയാനുണ്ടായിരുന്നത്. ഞാൻ പറയാൻ കാരണം, നിത്യതയെ മാത്രം നോക്കി ജീവിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കാലത്ത്. ഞാനിത് ഒരാളോട് പറഞ്ഞു പറയാം, എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. ആ ജനറേഷൻ ഇപ്പൊ ഇല്ല. അവസാനത്തെ കണ്ണികളും മരിച്ചുകൊണ്ടിരിക്കുക. തേജസ്സിന് വേണ്ടി ഞെരങ്ങിക്കൊണ്ടിരുന്ന ഒരു പൂർവ്വപിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. നമ്മൾ വിശുദ്ധന്മാരെന്ന് അഭിനയിക്കുക. വി ഡോണ്ട് നീഡ് ക്രൈസ്റ്റ്. വി ആർ നോട്ട് ഗ്രോണിങ് ഫോർ ദാറ്റ് എറ്റേണിറ്റി. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിക്കോസ് വി ആർ നോട്ട് ഗ്രോണിങ് ഫോർ എറ്റേണിറ്റി, വി ഡോണ്ട് വാണ്ട് ദാറ്റ് എറ്റേണൽ ഇൻഹെറിറ്റൻസ്. അപ്പോ ദൈവരാജ്യത്തിലേക്ക് അപ്പം ഒരാൾ എന്നോട് പറഞ്ഞു, ആ ഒരു ജനറേഷൻ തന്നെ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ IPCയുടെ PYPയുടെ ഒരു ക്യാമ്പ്, ഒരു കൊട്ടാരക്കര അടുത്തൊരു ക്യാമ്പില് 2 വർഷം മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ എന്റെ പൂർവ്വപിതാക്കന്മാരെ IPCക്കാരോ ഒന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ ജനറേഷന്റെ മുമ്പ് വന്ന ജനറേഷൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന സ്ഥാനമില്ലല്ലോ. അവരങ്ങനെ പഠിപ്പിച്ചവരുടെ പാട്ടുകളിലൂടെ എല്ലാം അങ്ങനെ പഠിപ്പിച്ചതാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് അതല്ല. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ട്, പോയി വെട്ടിപ്പിടിക്കും മക്കളെ എന്ന് പറഞ്ഞാൽ വിട്ടത്. ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഞാൻ മാപ്പ് ചോദിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഈ വഞ്ചന പറഞ്ഞു കൊടുക്കരുത്. ഇവിടെ ഒന്നുമില്ല. ഉയരത്തിലേക്ക് നോക്കി ജീവിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ദാറ്റ്സ് ദ ഓൺലി ലാസ്റ്റിംഗ് തിങ്. ആ ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇവിടെ പൗലോസ് പറയുന്നത്, ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. നമുക്ക് ആകെയുള്ള ഞരക്കം അതാ. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശ അല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി കാത്തിരിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി കാത്തിരിക്കുന്നുവെങ്കിലോ, പ്രത്യാശിക്കുന്നുവെങ്കിലോ, അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. Patiently we are waiting for that day when suddenly that trumpet sound will be heard and we will all fly away. ഞാൻ വിശ്വാസി വരുന്ന സമയത്ത് ഈ പ്രത്യാശയുടെ വിളി എനിക്ക് അന്ന് കർത്താവ് അങ്ങനെ എന്നോട് സുവിശേഷം പറഞ്ഞത് തന്നെ. യു ആർ ഗിവൺ എ കോൾ ടു ഹെവൻ. നമ്മൾ സ്വർഗത്തിൽ കർത്താവിനോട് ഇരിക്കും. ആ അഷുറൻസോടുകൂടി ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കോളേജില് CMS കോളേജിലെ ഹോസ്റ്റലിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, CMS കോളേജിന്റെ ഹോസ്റ്റലല്ല, CSIക്കാരുടെ ഒരു ഹോസ്റ്റലായിരുന്നു. അപ്പൊ അവിടെ 4 പേരെ രക്ഷിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ഈ 4 പേര് രക്ഷിക്കപ്പെട്ടവരുണ്ടായിരുന്നതിൽ ഒരാള് സീനിയർ PG സ്റ്റുഡന്റ് ആണ്. ഞങ്ങളൊക്കെ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. 4 പേര്. ഒരു പ്രീ ഡിഗ്രി പയ്യനുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ 4 പേരും വചനം ഡിസ്കസ് ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. സീനിയർ ആയിട്ടുള്ള ഈ ബ്രദർ ഭയങ്കര സ്പിരിച്വൽ ആയിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും വിശുദ്ധന്മാരുടെ കഥകൾ വായിക്കുകയും ഞങ്ങൾക്കത് പറഞ്ഞു തരികയും വചനം വ്യാഖ്യാനിച്ച് തരികയും പുസ്തകങ്ങൾ കാണിച്ചു തരികയും മേടിച്ചു തരികയൊക്കെ ചെയ്യുക. ഒരു ദിവസം രാത്രി 8 മണിയായപ്പോ ഈ പുള്ളിയെ കാണാനില്ല, ഈ മുതിർന്ന ആളെ കാണാനില്ല. ഞങ്ങൾ ആ ഹോസ്റ്റൽ മുഴുവൻ അരിച്ച് പറക്കിയിട്ട് ഈ മനുഷ്യനെ കാണാനില്ല. വെളിയിൽ പോകാൻ പെർമിഷൻ ഇല്ല. 7 മണി കഴിഞ്ഞാല് പുള്ളി എവിടെ പോയി ഒരു പിടിയില്ല. വാർഡന്റെ അടുത്ത് ഞങ്ങൾ മുട്ടി, സാർ ഈ ബ്രദറിനെ കാണാനില്ല. ഉടനെ വാർഡൻ, അയാൾ അവിടെ എല്ലാം കാണും, പോയി കിടന്നു നിങ്ങളെ പണി നോക്കും, നിങ്ങൾ വരുന്ന പഠിക്കുന്നു പറഞ്ഞു. കാരണം വേറെ ആരായിരുന്നെങ്കിലും വാർഡൻ രാത്രി ടോർച്ചായിട്ട് ഇറങ്ങിയത്. പക്ഷെ ഈ പുള്ളി വിശ്വാസി ആയതുകൊണ്ട് പുള്ളി ഹോസ്റ്റലിന്റെ വെളിയിൽ പെർമിഷൻ ഇല്ലാതെ പോവില്ല എന്നും പുള്ളി അവിടെ എവിടെയെങ്കിലും കാണുമെന്നും വാർഡൻ ഉറപ്പായിരുന്നു. അതായിരുന്നു ടെസ്റ്റിമണി, വിറ്റ്നസ്. പുള്ളി അന്വേഷിക്കേണ്ട കാര്യമില്ല. അത്ര നല്ല പേരാ പുള്ളി സമ്പാദിച്ചത്. ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പുള്ളി എവിടെ പോയി. 8 മണിയായി 9 മണിയായി പുള്ളിയെ കാണാനില്ല. നോക്കാൻ സ്ഥലമില്ല. അവസാനം എന്റെ കൂടെ ഉള്ള ഒരു സഹോദരൻ, ഇപ്പൊ പുള്ളി അടൂരുണ്ട്, എന്നോട് പറഞ്ഞു, ചേച്ചേ സംഗതി പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എന്താ? പുള്ളി എന്തിയെ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എവിടെ പോയി? പുള്ളി പറയാ, കർത്താവ് ഒന്ന് പുള്ളി പോയി കാണും. ഇത് നമ്മുടെ അവസ്ഥ എന്താ?
പെട്ടെന്ന് എൻ്റെ ഉള്ളിലൂടെ ഒരു ഇടിവാളങ്ങ് മിന്നി. പോയി കാണൂ. കാരണം ആരെങ്കിലും പോയാൽ പുള്ളിയെ പോവുള്ളൂ എന്നൊരു ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി പോകാതിരിക്കൂല, കാരണം അത്ര നല്ല ലൈഫാ. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നാളെ നേരം എടുക്കുമ്പോ ഇനി 666 അടി ബഹളം കോലാഹലം ആവുമല്ലോ, കർത്താവ് ജീവൻ കളയേണ്ടി വരുമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞങ്ങൾ രാത്രി വല്ലാതെ വിഷമിച്ചു. രാവിലെ എങ്ങനെയെങ്കിലും പോയി ഞങ്ങൾ രക്ഷയിലോട്ട് കൊണ്ടുവന്ന ആൾക്കാരോട് അവരവിടെ ഉണ്ടോ, ജീവനോടെ പോയോ ഇല്ലയോ എന്ന് അറിയണം, ഇതെന്താ സംഭവം എന്ന് രാവിലെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഒരു ബൈബിളും പിടിച്ചോണ്ട് ദൂരെ നിന്ന് വരുന്നുണ്ട്. പുള്ളി ബാത്റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു റൂം ഉണ്ടായിരുന്നു, അതിനകത്ത് ചെയ്ത് അടച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഈ ബഹളവും ഒന്നും പുള്ളി കേട്ടു. അതിനകത്ത് അങ്ങനെ ആരും പോയി ഇരിക്കാറില്ലാതെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ശ്വാസം നേരെ വീണു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയി അന്വേഷിച്ചു. ശരിക്കും രക്ഷിക്കപ്പെട്ടു. കാരണം ഇത് രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല. നമ്മൾ എങ്ങനെ രാത്രി കിടന്നു? എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. രാത്രി കർത്താവ് വന്നാൽ നിങ്ങൾ പോയില്ല, എന്നാ ചെയ്യും? എന്ത് ചെയ്യും? സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ ഇത്? ആമേൻ കർത്താവ് യേശുവേ വരണമേ. ആരെ കൊണ്ടുപോകാൻ? ഞാൻ പോകുന്ന ഉറപ്പില്ല താനും. എന്റെ എല്ലാത്തിനും ആമേൻ പറയുന്നുണ്ട് താനും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വാക്ക് മാത്രമേ ഉള്ളൂ, അതിന്റെ പുറകിലുള്ള ആ പവർ ഇല്ല, കാത്തിരിപ്പിന്റെ പവർ. മണവാളനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടിയാണ് വരുന്നത്. So now we see that the hope is put out. അണച്ചു കളഞ്ഞിരിക്കുകയാണ്. എങ്ങനെ അണച്ചു കളഞ്ഞെന്നറിയോ? നമ്മുടെ പ്രസംഗകര് വന്ന് ലോകത്തെ കാണിച്ച് മോഹിപ്പിച്ച് അങ്ങോട്ട് മുകളിലെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ ആക്കിയേക്കുക. We are enticed by a wicked Babylon. അതുകൊണ്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 24-ാം വാക്യം വരെ 25-ാം വാക്യം വരെ തീർക്കും. ഇനി 26. ആത്മാവിന്റെ ഞരക്കത്തെ കുറിച്ച് പറയുകയാണ്. എന്തിനാണ് ആത്മാവ് ഞരങ്ങുന്നത്? നമ്മൾ ഇതും കൂടെ പറഞ്ഞിട്ട് മുഴുവൻ പറയാനുള്ള സമയം ഉണ്ടാവില്ല. ഇതിന്റെ തുടക്കം മാത്രം പറഞ്ഞിട്ട് അവസ്ഥ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഞരങ്ങുന്ന പോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താ നമ്മുടെ ബലഹീനത? അടുത്ത വാക്യം നമ്മുടെ ബലഹീനത. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആണ് ബലഹീനത. നമ്മൾ ഓൺലൈൻ പ്രയർ നടത്തുന്നുണ്ട്, പക്ഷെ വേണ്ടുന്ന പോലെ അല്ല. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പൗലോസ് പറയുന്നേ പുള്ളിക്ക് അറിയത്തില്ല. ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു ഇല്ലസ്ട്രേഷൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും ദൈവം ഉത്തരം തന്നാൽ അപ്പൊ ഉത്തരം. ഉദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവെ, ഞാൻ ചെറുപ്പം തൊട്ട് ഒരു തടിയനായിരുന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ സ്ലിം ആയിട്ട് കുറച്ചാൾ ജീവിക്കണം. എന്ത് ചെയ്താലും എന്റെ വണ്ണം കുറയും. അപ്പൊ ഞാൻ കർത്താവിന് പ്രാർത്ഥിക്കുക, കർത്താവെ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ I was 63 kilograms. 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 72 ഉണ്ടായിരുന്നു. So I was very heavy even then. So people used to ridicule me for my fat appearance. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്ലിം ആണ്. എന്ത് നടക്കുന്നില്ല. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ, എന്നെ സ്ലിം ആക്കി മാറ്റണേ. അപ്പൊ എന്ത് പ്രാർത്ഥനയും കർത്താവിലൂടെ കേൾക്കുമല്ലോ. രാവിലെ കണ്ണാടി നോക്കിയപ്പം എങ്ങനെ ഞാൻ സ്ലിം ആയി? അതുപോലെ ദൈവം പ്രാർത്ഥന കേൾക്കുമായിരുന്നെങ്കിൽ. ഒരു 2 കോടി രൂപ എനിക്ക് ഉടൻ 2 കോടി രൂപ. എന്നെ നീ വെളുപ്പിക്കണമേ, ഫെയർ ആൻഡ് ലവ്ലി തേച്ച് മടുത്തു. അപ്പൊ തന്നെ കർത്താവ് വെളുപ്പിക്കുന്നു. അങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുമായിരുന്നു എങ്കിൽ നമ്മളിപ്പോ ആരായനെ? അംബാനി? നോനോ, അംബാനി വെളുത്തൊന്നല്ല. ബിൽഗേറ്റ്സ് പ്രായമായി. നമുക്ക് ആരോഗ്യം വേണം. പ്രായമാവുന്ന ഒരു തലമുടി നരച്ച ഉടനെ നമുക്ക് പ്രാർത്ഥിക്കാലോ, തലമുടി കറുപ്പിക്കണേ, എല്ലിന്റെ ബലം കൂട്ടി തരണേ, യൗവനം പുനഃസ്ഥാപിക്കണേ, യൗവനം കഴുകനെ പോലെ പുതുക്കി വരണേ എന്നൊക്കെ പറഞ്ഞാൽ മതി. കർത്താവ് കേൾക്കാതിരിക്കുമല്ലോ, അതിന്റെ വൈബ്രേഷൻ ഉണ്ടായി കഴിയും. അങ്ങനെ എല്ലാത്തിന്റെ ഉത്തരം നമ്മൾ കിട്ടുമായിരുന്നു. നമ്മൾ ആരെ പോലെ ആയനെന്നറിയോ? പറയട്ടെ, ഈ ലോകത്തിന്റെ ഒരു പ്രഭു ആയനെ. ഏറ്റവും പണമുള്ള ആൾ നമ്മളായിരുന്നേനെ, ഏറ്റവും സ്വാധീനമുള്ള ആൾ നമ്മളായിരുന്നേനെ, ഏറ്റവും ആരോഗ്യമുള്ള ആൾ നമ്മളായിരുന്നേനെ. ചുരുക്കി പറഞ്ഞ 666 ആകാൻ ഒരാളെ പറ്റുള്ളൂ. അത് വരും. ഒരു 66 ആകാൻ നമ്മൾ എല്ലാ പരിശ്രമവും നടത്തിയ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ്
അങ്ങനെയല്ല. നമ്മുടെ ബലഹീനത ദൈവത്തിന്റെ ആത്മാവിനറിയാം. എന്നെ അംബാനിയെ പോലാക്കാനല്ല കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, അവനെ പോലാക്കാനാണ്. അപ്പൊ യേശുവിനെ പോലാകാൻ എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അത് ദൈവാത്മാവ് പ്രാർത്ഥിച്ച് എനിക്ക് കൃത്യമായിട്ട് മേടിച്ചു തരുന്നുണ്ട്. ദൈവാത്മാവ് എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് പ്രാർത്ഥന ശരിയാവാത്തതുകൊണ്ട് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രാർത്ഥന. ഒരു ഇത്തിരി കഷ്ടം അവന് കൊടുക്കണേ, അവന്റെ പ്രത്യാശ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കഷ്ടം തരണേ, കഷ്ടം തരണേ, കഷ്ടം തരണേ. ഇല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ അവനറിയാം എനിക്ക് പ്രത്യാശ കുറവുണ്ട്. അപ്പൊ കർത്താവിന്റെ ആത്മാവ് പറയും, കർത്താവ് അവന് ഇത്തിരി കഷ്ടം കൊടുത്താലും അവന് പ്രത്യാശ ഉണ്ടാവുള്ളൂ. അവനിപ്പം വലിയ ആൾക്കാരുടെ ഈ പുകഴ്ത്തലിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുക. അതുകൊണ്ട് ഇത്തിരി കഷ്ടം കൊടുത്ത ആൾക്കാർ അവനെ തള്ളി പറഞ്ഞാലേ അവന് ശരിക്കും ഉയരത്തിലോട്ട് നോക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നലെ വരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന മരുന്ന് ചീത്ത പറയാൻ തുടങ്ങി. അപ്പോഴെ എനിക്ക് മനസ്സിലായത് അയ്യോ പ്രശ്നമാണല്ലോ. ആരെ പ്രാർത്ഥിച്ചിട്ട? ദൈവാത്മാവ് പ്രാർത്ഥിച്ചിട്ട. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്കൊരു വീട് തരണേ, വീട് തരണേ, വീട് തരണേ, വീട് തരണേ, അവകാശം പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, വിടുതലെടുത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിടുതലെടുക്കാൻ എവിടെയെങ്കിലും വിടുതൽ വേണ്ടേ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പിതാവിനോട് പറയുക, പിതാവെ ഇവനെ നമ്മള് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഒരു മിഷണറി ആയിട്ട് പോയി നമ്മൾ പറയുന്നിടത്ത് ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ട് ഇവൻ എറണാകുളത്ത് കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ്. കർത്താവെ നീ അവനെ വീട് കൊടുത്തേക്കല്ലേ എന്ന് ആത്മാവ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഒറ്റക്കാലിൽ നിന്നാലും എനിക്ക് ആ വീട് കിട്ടാൻ പോകും. ബിക്കോസ് there's always a counter prayer by the Holy Spirit. കാരണം അല്ലേ നമ്മൾ അംബാനിയെ പോലെ ആയി പോവും, ലോകത്തിന്റെ മഹത്വത്തിൽ നമ്മൾ വീഴും, ബലഹീന പ്രാർത്ഥിച്ച് ബലം പിടിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കാൻ വേണ്ടി എന്തെല്ലാമാണോ കുറവുകൾ നമുക്കുള്ളത്, എന്താണോ നമ്മൾ ഇന്ന് എടുത്തു മാറ്റേണ്ടത്, എന്താണോ നമുക്ക് തരേണ്ടത്, അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും. ചാർട്ടെന്ന് ഞാൻ പറഞ്ഞു, അതിനൊന്നും നമ്മളെപ്പോലെ ഓർമ്മക്കുറവൊന്നും കർത്താവ് ആത്മാവിനില്ല. കൃത്യമായിട്ട് അത് തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു തലമുടി നാര് പോലും താഴെ വീഴുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ ഒരു പദ്ധതി ഇല്ലാതെ സാത്താൻ പോരാടി ഒന്നും ഒരു മുടി പോലും നമ്മുടെ താഴെ വീഴുകയല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലമുടി നാര് വരെ എണ്ണപ്പെട്ടിരിക്കും, അതിൽ ഒരെണ്ണം താഴെ വീഴണമെങ്കിൽ ഞാൻ തീരുമാനിക്കും. God decides ultimately. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാ പറയുന്നത് ചേസിന് എന്തൊക്കെ വേണം, എന്തൊക്കെ പാടില്ല, എന്തൊക്കെ അവന് കൊടുക്കാം, എന്തൊക്കെ കൊടുക്കരുത്. എന്റെ പ്രാർത്ഥന ചെല്ലുന്നതിന്റെ പുറകെ കർത്താവിന്റെ ആത്മാവ് ഞരക്കത്തോടുകൂടി പ്രാർത്ഥനകൾ അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ദൈവം രണ്ടും പരിഗണിക്കുമ്പോൾ ഏതായിരിക്കും അനുസരിക്കുന്നത്? അവിശ്വാസികളുടെ കാര്യത്തിൽ, സ്വർഗത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെടാത്തവരുടെ കാര്യത്തിൽ, വീണ്ടും ജനിക്കാത്തവരുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്ന കിട്ടിയെന്ന് വരും. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിൽ ആത്മാവിന്റെ ഒരു ഞരക്കം, വിശുദ്ധീകരണത്തിനായിട്ടുള്ള ഫലം നമ്മളിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ പെർഫെക്റ്റ് ഇഷ്ടത്തിലൂടെ നമ്മൾ നടക്കാൻ വേണ്ടി ഞരക്കത്തോടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ അതല്ല, എനിക്ക് ഉച്ചരിച്ചു കൂടാ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ കർത്താവ് എനിക്കൊരു ശത്രുവിനെ തരണമെന്നും ഇല്ല, കഷ്ടത തരണമെന്നും ഇല്ല. ദൈവത്തിന്റെ ആത്മാ പ്രാർത്ഥിക്കും, ചേസിന്റെ ഒരു ശത്രുവിനെ കൊടുക്കുക, എന്നിട്ട് നോക്കുക എങ്ങനെ അവൻ സ്നേഹിക്കുന്നത് അവൻ മനസ്സിലാക്കട്ടെ. അവൻ ഈ പറയുന്ന സ്നേഹമൊന്നും ഇല്ല എന്ന് ഇപ്പൊ അവൻ അറിയത്തില്ല, കാരണം എല്ലാവരും അവന്റെ സപ്പോർട്ടാണ്. ഇനി അവനൊരുത്തിന് എതിർക്കുമ്പോ ആ എതിർക്കുന്നവനെ അവൻ എങ്ങനെയാ കാണുന്നേ? അവിടെയല്ലേ ക്രിസ്തുവിനെ പോലെ ആകേണ്ടത്. കർത്താവ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ശത്രുവിനെ തരാതിരുന്ന പിന്നെ നമ്മൾ എങ്ങനെ കൽപ്പന അനുസരിക്കും? അപ്പൊ എന്തിനാ നമുക്ക് ശത്രുക്കളെ തരുന്നത്? കൽപ്പന അനുസരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഹിതമാണ് ശത്രുക്കൾ വരുന്നത്. അവരെ സ്നേഹിക്കുന്നതിലൂടെയാണ് നമ്മൾ യേശു ആരായിരുന്നു അറിയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ പോലെ അവന്റെ വിശുദ്ധീകരണവും തേജസ്കരണവും നമ്മൾ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളുടെ കൂടെ, അത് ബലഹീനമാണ്, ദുർബലമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രാർത്ഥന മാത്രമേ നിറവേറുള്ളൂ. കാരണം ദൈവമാണ് ഇൻ കമാൻഡ്. അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആത്മാവിലുള്ള പ്രാർത്ഥന എന്തുകൊണ്ട് ആവശ്യമാണ്? ആത്മാവിലുള്ള പ്രാർത്ഥന നമ്മളെ നയിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ എന്ത് ഞരക്കത്തോടെ പ്രാർത്ഥിക്കുന്നോ അതേ പ്രാർത്ഥന, എനിക്ക് ഉച്ചരിച്ചു കൂടാൻ പറ്റാത്ത പ്രാർത്ഥനകൾ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്. അത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഞരക്കത്തോടുകൂടി പ്രാർത്ഥന. അതുകൊണ്ട് അന്യഭാഷയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും ആത്മാവിൽ ഞരങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് അന്യഭാഷ പറഞ്ഞിട്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല അർത്ഥം. ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി ഞരങ്ങോ, എന്ത് അപേക്ഷയോടെ ഞരങ്ങോ അതേ ഞരക്കത്തിലൂടെ ഞാൻ കടന്നു പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ എനിക്ക് നേടിത്തരാൻ വേണ്ടിയാണ്. നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള പരിശീലനം ദൈവം നൽകട്ടെ. നമ്മുടെ ഹൃദയത്തിലെ പ്രത്യാശകൾ നിറയ്ക്കുവാൻ ദൈവാത്മാവ് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ,
അങ്ങയുടെ വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആത്മാവ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഞരക്കത്തെ നൽകണമേ. അങ്ങേപ്പോലെ ആകാനുള്ള തിടുക്കം നൽകണമേ. വെപ്രാളം നൽകണമേ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.